പത്രോസ് രാവകലില്ലാതെ കഠിനമായ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ. ഹല്ലേലൂയ. ഒന്നും ലഭിക്കുന്നില്ല. ചില സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിനെ വിലക്കാനിടയാകും. ഹല്ലേലൂയ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അടുത്തൊരു ലെവലിലോട്ട് കയറുന്നതിന് മുമ്പ് എന്തു ചെയ്യും, അടുത്തൊരു സീസൺ ഓപ്പൺ ആകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചില വ്യക്തികളെ പുതിയ ചില കാര്യങ്ങൾ, ഒരു ന്യൂ ബിഗിനിങ്ങിന് മുമ്പ്, ഒരു പുതിയ തുടക്കം സംഭവിക്കപ്പെടുന്നതിന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ ചില ശൂന്യതകൾ, അത് ഹൃദയത്തിലാകാം, അത് ആത്മീകത്തിലാകാം, ഭൗതികത്തിലാകാം, സാമ്പത്തിക മേഖലകളാകാം, സ്പിരിച്വൽ ലൈഫിലാകാം. പക്ഷേ ചില ശൂന്യതകൾ നിന്റെ ലൈഫിൽ ഇന്ന് പകലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു വലിയ നിറവിന് മുമ്പുള്ള ഒരു ശൂന്യതയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽ, ഹല്ലേലൂയ, ഒരു ന്യൂ ബിഗിനിങ് കർത്താവിനോട് പറയുകയാണ്. ഒരു അസാധാരണമായ പുതിയ ചില തുടക്കങ്ങൾക്ക് മുമ്പ് ചില ശൂന്യതകൾ നിന്റെ പടകിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും, ചിലത് ചെയ്യാൻ നിനക്ക് അനുവാദമില്ലാതെ ഒരു ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥയാണോ നിങ്ങളുടെ ലൈഫിൽ? ഒരു ഡ്രൈനെസ് നിങ്ങൾ അനുഭവിക്കുകയാണോ? അങ്ങനെയുള്ളവർ മാത്രം ഇന്ന് പകൽ നിങ്ങൾ കേൾക്കേണ്ട ദൂത് ഇതാണ്: നിങ്ങളുടെ അടുത്ത സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു സീസണിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു. അതിനു മുമ്പ് ഈ ലോകത്തിലെ എപ്പോഴും നമ്മൾ വചനം പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു അടുത്ത സീസണ് അകത്ത് കയറുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ശൂന്യത ഉണ്ടാകാൻ വഴിയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. ആ സമയത്ത് ചിലപ്പോൾ പറയും, എനിക്ക് മരിച്ചാൽ മതി. ഏലിയാവ് പ്രകാരം പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ മിനിസ്ട്രി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വലിയ ശൂന്യത എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കപ്പെടുകയാണ്. കാരണം ഇസബേലിൻ്റെ വാക്ക് കേട്ട് തളർന്ന ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് മതി. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഇത് അവസാനിക്കാനല്ല, ഇതൊരു വലിയ തുടക്കമാണ്. ഞാൻ നിന്നെ ദൂതനെ ഇറക്കി നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ, നിരാശകളെ, ഭാരങ്ങളെ, ഹല്ലേലൂയ, ആത്മഹത്യയുടെ ചിന്തകളെ, മരണത്തിന്റെ അനുഭവങ്ങളെ, മതി എന്ന് പറയുന്ന അവസ്ഥകളുടെ നടുവിൽ തകർന്നു കിടക്കുമ്പോൾ ആത്മാവിനോട് വ്യക്തമായി പറയുകയാണ്, ഇതാ ശൂന്യതകൾ മാറുന്നു, ഇതാ സാഹചര്യങ്ങൾ മാറുന്നു, ഇതാ മരുഭൂമികൾ മലർവാടികളാകാൻ പോവുകയാണ്, ഇതാ ഒഴിഞ്ഞ പാത്രങ്ങൾ നിറയ്ക്കുന്ന ഒരു സീസണിലോട്ട് പരിശുദ്ധാത്മാവ് നടത്താൻ പോകും. ചില പുറപ്പാടുകൾ ഉണ്ടാകാൻ പോവുകയാണ്. ആത്മാവിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇതാ ലോക രാജ്യങ്ങളിലോട്ട് ചില രാജ്യങ്ങളുടെ വാതിലുകൾ, ചില ഇന്റർനാഷണൽ ഡോറുകൾ, ഹല്ലേലൂയ, ചില പുതിയ തുടക്കങ്ങൾക്കായി ആത്മാവ് ചിലത് ചെയ്തെടുക്കേണ്ടതിന് ചില പുതിയ വ്യക്തികളെ, പുതിയ സാഹചര്യങ്ങളെ, പുതിയ ഇതുവരെ കാണാത്ത ചില അടയാളങ്ങൾ അത് ദൈവം ചെയ്തുകൊണ്ട്, ഇന്ന് വരെ അറിയാത്തത്, ഇത് ആഴത്തിൽ കിടക്കുന്ന ചിലത്, നിന്റെ മുമ്പിൽ ഹിഡനായി കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന ചിലതിനെ ഈ നാടുകളിൽ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയും ചൂരച്ചെടിയുടെ അനുഭവം വന്നതെന്ന് പറഞ്ഞാൽ, അന്ന് വരെ ആർക്കും മറഞ്ഞു കിടക്കാത്ത 19 ശിഷ്യന്മാർ ഏലിയാവിന്റെ കൂടെ ഉണ്ടെങ്കിലും എല്ലാവരും പിറുപിറുത്ത് ആശാന്റെ പരിപാടിയൊക്കെ തീർന്നെന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ കർത്താവ്, ഹല്ലേലൂയ, ഒരു എലീശയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു മരുഭൂമിക്ക് അകത്ത് കൊണ്ടുവന്നിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിനോട് പറഞ്ഞ ചില ശൂന്യതകൾ മാറാൻ പോവുകയാണ്. ചില പുതിയ വ്യക്തികളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പുതിയ ചില പ്രവാചകന്മാർ പുറത്തു വരാൻ പോകുന്നു. പുതിയ ചില അപ്പോസ്തലന്മാർ പുറത്തു വരാൻ പോകുന്നു. പുതിയ ചില ശുശ്രൂഷകന്മാർ പുറത്തു വരാൻ പോവുകയാണ്. ഇതാ വെളിപ്പെടാനെ തടസ്സമായി നിന്ന് ജോലി ചെയ്ത് ഫുൾ ടൈം, ഹല്ലേലൂയ, മരുഭൂമിക്കകത്തല്ല, ഒരു വലിയ വയലിനകത്ത് കാളകളെ കെട്ടി ഇങ്ങനെ ഉഴുതുകൊണ്ടിരുന്ന ഒരുവൻ, അവന്റെ ജീവിത തലത്തിൽ ഒരിക്കലും മിനിഷിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവൻ സ്വപ്നം കാണാത്തത്. ഒരു ദിവസം ഒരു പ്രവാചകൻ ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പരിപാടി മതിയാക്കാൻ പോവുകയാണ്. നിന്റെ ഇന്ന് വരെ ചെയ്ത പരിപാടികളെല്ലാം, നിന്റെ ഭൗതിക ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു. ഇതാ നിനക്കൊരു പുതിയ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാൾ ഇന്ന് വരെ നീ കഠിനമായി വയലിൽ കിടന്ന് അധ്വാനിച്ചത് മതി. ഇനി ദൈവരാജ്യത്തിന്റെ ഒരു വയലിനകത്ത് നിന്നെ ആക്കാൻ പോകുന്ന ഒരു വലിയ കൊയ്ത്ത് നിന്റെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി ഞാൻ നിന്നെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഇതാ എന്റെ പുതപ്പ് കൈമാറാൻ സമയമായി എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ
പോലെ ആത്മാവിനോട് പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന പലരും ഈ നാളുകളിൽ നീ ഭൗതിക തലങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് തളർന്ന അവശനായി പലതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ബിസിനസ്സുകാരനായിരിക്കാം നീ, ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഓട്ടം വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിന്റെ ജോലികളും നിന്റെ ബിസിനസ്സുകളും എല്ലാം അവസാനിപ്പിച്ച് നിന്റെ വിളിക്കകത്ത് നിന്നെ കയറ്റാനുള്ള ഒരു സീസൺ ഈ സെപ്റ്റംബർ മാസം ആരംഭിക്കുമ്പോൾ തന്നെ ആത്മാവ് ചിലരുടെ മേൽ അതിഭയങ്കരമായ അഭിഷേകത്തെ പകർന്ന് ചില ശുശ്രൂഷയുടെ ഡോറുകളെ ആത്മാവ് നിങ്ങളുടെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇതുവരെ ആരും കാണാത്ത ചില ശുശ്രൂഷകന്മാർ ഈ സഭയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. കഴിഞ്ഞ നാളുകൾ മിനിഷിക്ക് വിളിയുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് കയറാൻ പറ്റാതെ തടഞ്ഞ ചില മേഖലകളെ ആത്മാവി നാടുകളിൽ വെട്ടിമാറ്റിയിട്ട് ചിലരെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ സീസൺ വെളിപ്പെടാൻ പോവുകയാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ സമയമായി. ചില എലീശമാർ പുറത്തു വരാൻ സമയമായി. ചില എലീശമാർ പുറത്തു വരാൻ സമയമായി. ചില എലീശമാർ പുറത്തു വരാൻ സമയമായി. ചില വലിയ പ്രവാചകന്മാർ പുറത്തു വരാൻ പോകുന്നു. നിന്റെ മിനിഷി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. ഇന്നത്തെ മരുഭൂമിയുടെ അവസ്ഥ, ഇന്നത്തെ ശൂന്യതയുടെ അനുഭവങ്ങൾ, ഇന്നത്തെ ഈ ദിവസങ്ങളിൽ മടുപ്പിന്റെ അനുഭവങ്ങൾ, നിന്നെ മടുപ്പിച്ചു കളയുന്ന മേഖലകൾ, നിന്നെ ശൂന്യമാക്കുന്ന മേഖലകൾ അടുത്ത തലങ്ങളിൽ നിന്നെ വലിച്ചു കയറ്റുന്നതിന് മുമ്പുള്ളതാണ്. എന്നാൽ ഇന്ന് പകൽ അതിന്റെ ആരംഭം കുറിക്കപ്പെടാൻ പോവുകയാണ്. ചിലതിനെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ രാപകൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും പ്രാപിക്കാൻ പറ്റാത്ത ശൂന്യമായ പടകുമായിട്ട് ഭാവിയിലെ അപ്പോസ്തലൻ നിൽക്കുകയാണ്. ഇന്ന് നിന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല നീ ആരാണ്, എന്താണ് നിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി, ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നതായിരിക്കാം, ഒരു കൊത്തം മേശരി ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരിക്കാം, ഒരു പച്ചക്കറി കട നടത്തുന്ന ആളായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്താണെങ്കിലും ഇത് നിന്റെ ഐഡന്റിറ്റി അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പോഴുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഒരു ഒറിജിനൽ ഐഡന്റിറ്റിക്ക് അകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. ഇന്നത്തെ നിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രസന്റ്. നീ ഒരുപക്ഷെ പലതിനും വേണ്ടി കഠിനാധ്വാനം ഓടി തളർന്ന് കടം കയറി എല്ലാ മേഖലകളും അടഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, നീ കംഫർട്ട് സോണിനകത്തിരുന്നു കൊണ്ട് എൻ്റെ വിധി നിനക്ക് നിന്റെ ഉള്ളിൽ നിനക്ക് ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സാധിക്കാതെ ആകുമ്പോൾ ഇത് എൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിപാടി, ഇത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളാം. അതിനകത്ത് നീ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാ പറയുന്നു, അങ്ങനെയുള്ള സകലതിനെ ഈ നാടുകൾ പൊളിച്ച് തിരുത്തി എഴുതിക്കൊണ്ട് നിന്റെ ഒറിജിനൽ കോളിങ്ങിനകത്തോട്ട് ആത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. നിന്റെ ഈ കഴിഞ്ഞ നാളുകൾ ഇന്ന് വരെ നിന്റെ ലൈഫിലുള്ള സകല എക്സ്പീരിയൻസുകളെയും നീ മറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് അവസാനമായി, ഇതാ ഒരു പടക് അവസാനമായി ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഞാൻ നിന്നെ ഒന്ന് നിറച്ചതിന് ശേഷം ആത്മാ പറയുന്നു, ഒന്നുകൂടെ ഒന്ന് നിറവ് നിന്റെ ലൈഫിൽ നീ അനുഭവിച്ചതിന് ശേഷം, ഒന്നുകൂടെ ചില ബിസിനസ്സുകൾ നീ ചെയ്തതിന് ശേഷം, ഒന്നുകൂടെ ചില കാര്യങ്ങൾ നിന്റെ കരങ്ങളിലോട്ട് ദൈവം തന്നതിന് ശേഷം, നീ നടത്തിയിട്ട് നീ ചെയ്തിട്ട് നടക്കാത്ത ചിലതിനെ ദൈവം ചിലത് കാണിച്ചു തന്ന് നടത്തി കാണിച്ചു തന്നിട്ട് ദൈവം വലിയവനാണെന്ന് നിന്റെ മുമ്പിൽ തെളിയിച്ചതിന് ശേഷം, ഒരു അടയാളം തന്നതിന് ശേഷം ചിലരെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനുഷികമായ അധ്വാനം പത്രോസിന്റെ ലൈഫിൽ അതുവരെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നതേ വന്നിട്ടില്ല. ഹല്ലേലൂയ. തൻ്റെ പടക് നിറയ്ക്കുന്ന രാവിലെ വള്ളം വലയെടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അതാ കരയിൽ നിന്ന് പുള്ളി എന്ത് ചെയ്യാണ്, വലയൊക്കെ കഴുകി പതുക്കെ സാവധാനം പിറുപിറുത്തുകൊണ്ട്, ഞാനൊരു ശപിക്കപ്പെട്ടവനാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒന്നും നടക്കുന്നില്ല, അവസാനം ഈ വള്ളവും വലയും ഒക്കെ എനിക്ക് വിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇനി വേറെ എന്ത് ഞാൻ ജോലിക്ക് പോകും? ആകപ്പാടെ അറിയാവുന്ന ഒരേ ഒരു ജോലി മീൻപിടുത്തമാണ്. ഹല്ലേലൂയ. വേറെ ഒരു ജോലിയും അറിയത്തുമില്ല. അപ്പോൾ എന്ത് ചെയ്യും ഒന്നും അറിയത്തില്ല. ഒരു കൺഫ്യൂഷൻ, ഒരു മടുപ്പ്. പക്ഷേ വേറൊന്നും അറിയത്തില്ല, വേറെ ഒരിടത്തും പോകാനും പറ്റുന്നില്ല. ആകപ്പാടെ ഒരു അസ്വസ്ഥനായി
നിൽക്കുകയാണ്. ഒരു സമ്മർദ്ദത്തിന്റെ നടുവിൽ നിൽക്കുക പത്രോസ്. ഹല്ലേലൂയ. അപ്പോഴാ ഒരുവൻ നടന്നു വരുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും വർക്കേഴ്സ് അടക്കമുള്ളവർക്ക് നിന്റെ ഹൃദയത്തിനകത്തുള്ള സമ്മർദ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ ആ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ആത്മാവിനോട് പറയുകയാണ്, നിന്റെ ഹൃദയം അറിയുന്ന ചിലർ ഈ ദിവസങ്ങളിൽ നിന്നെ കാണാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തെ തിരിച്ചറിയുന്നവർ, നിന്റെ വിളിയെ തിരിച്ചറിയുന്നവർ, നിന്റെ മുമ്പോട്ടുള്ള നാളുകളെ തിരിച്ചറിയുന്ന ചിലരെ കർത്താവ് നിന്റെ അടുക്കൽ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർക്കേഴ്സിന്, കൂടെ ജോലി ചെയ്യുന്നവർക്ക്, കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, കൂടെ ജീവിക്കുന്നവർക്ക്, തന്റെ കൂടെ ആയിരിക്കുന്ന പലർക്കും പത്രോസിനെ തിരിച്ചറിയാത്ത നിലവാരങ്ങളിൽ പത്രോസിന്റെ ഹൃദയത്തിനകത്തുള്ള സമ്മർദ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോൾ ഇതാ ഒരുവൻ നടന്നു വരുന്നു. അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവനെ അറിഞ്ഞ ഒരുവൻ ദാ വരികയാണ്. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, നിന്നെ അറിയാത്തവരാ നിന്റെ കൂടെ ഉള്ളവര്. നിന്റെ ഭർത്താവിനെ നിന്നെ അറിയത്തില്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അറിയത്തില്ല, നിന്റെ മക്കൾക്ക് നിന്നെ അറിയത്തില്ല. പലർക്കും പലതും ഈ ഭൗതികമായി പല മേഖലകൾ നീ കഠിനാധ്വാനം ചെയ്ത് നീ അവരെ പോറ്റുന്നു, പുലർത്തുന്നു. പക്ഷേ അവർക്ക് അറിയാവുന്നത് നന്ദിയില്ലാത്ത വാക്ക് പറഞ്ഞ്, കുത്തുവാക്ക് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി വീണ്ടും നിന്നെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി ചില വ്യക്തികൾ നിന്റെ നടുവിൽ, നിന്റെ ഭവനത്തിനകത്ത് എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ നീ ഓർക്കണം, അവരല്ല, നിന്നെയാണ് ദൈവത്തിന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവരെയല്ല ദൈവം വിളിച്ചത്, നിന്നെയാ ദൈവം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വിളിയുള്ളവന് വിരോധമായി ചിലർ ഇന്ന് പകൽ എഴുന്നേൽക്കുമ്പോൾ ആത്മാ പറയുന്നു, കൂടെയുള്ള പലർക്കും അവരെ മനസ്സിലാകാതിരിക്കുമ്പോൾ ഇന്ന് പകൽ വിളിയുള്ളവന്റെ വേണ്ടി മാത്രം സ്വർഗം ഇറങ്ങി ഹല്ലേലൂയ അവന്റെ ഹൃദയം മനസ്സിലാക്കി, അവന്റെ ഹൃദയത്തിന്റെ സമ്മർദ്ദം മനസ്സിലാക്കി, അവന്റെ നിരാശ മനസ്സിലാക്കി, അവന്റെ മുന്നോട്ടുള്ള ഗതികളെ അടച്ചു വെച്ച പൈശാചിക തലങ്ങളെ, ആഴത്തിൽ വ്യാപരിക്കുന്ന കാർക്കം കാണാൻ പറ്റാത്ത ചില സർപ്പശക്തികളെ വെട്ടിമാറ്റിക്കൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ആത്മാവ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയുടെ ലൈഫിനകത്ത്, നിന്റെ ശുശ്രൂഷ മേഖലകൾക്കകത്ത്, നിന്റെ ഫൈനാൻഷ്യൽ മേഖലകൾക്കകത്ത്, നിന്റെ ബിസിനസ് മേഖലകൾക്കകത്ത് ഇന്ന് പകൽ ചില സമ്മർദ്ദങ്ങൾ മാറട്ടെ, ചില കൺഫ്യൂഷനുകൾ മാറട്ടെ, ചില ഡിസപ്പോയിന്റ്മെന്റുകൾ മാറട്ടെ, ചില ഒപ്രസുകൾ മാറട്ടെ, ചില ഡിപ്രഷനുകൾ മാറട്ടെ, ചില എല്ലാ വേദനകൾ മാറട്ടെ, ചില വിഷമങ്ങൾ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫ്രീ ആകട്ടെ. മിറക്കിൾ ഹീലിംഗ്, മിറക്കിൾ ഹീലിംഗ്. ഇന്നർ ഹീലിംഗുകൾ സംഭവിക്കപ്പെടുവാൻ, മുറിവുകൾ സൗഖ്യമാക്കപ്പെടുവാൻ, ഇന്നർ ഹീലിംഗുകൾ മാറപ്പെടുവാൻ, സമ്മർദ്ദങ്ങൾ മാറപ്പെടുവാൻ. എന്ന ഭാഗം നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയുടെ ലൈഫിൽ അവരെ ഓർത്ത് സമ്മർദ്ദത്തിലായി പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, ആത്മാവിനോട് പറയുകയാണ്. യെശയ്യാവ് 49:15-16 പറയുന്നു, ഒരു പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം, പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞ് കണ്ടിട്ട ദൈവം പറഞ്ഞത്, പെറ്റമ്മ തന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നീ ആശ്വസിച്ചോ. ലോകം നിന്നെ മറന്നാലും, നിന്റെ കൂടെയുള്ളവർ നിന്നെ മറന്നാലും ഇന്ന് പകൽ നിന്നെ മറക്കാത്ത ഒരുവൻ നിന്റെ കരം പിടിക്കാൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വലിയ അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. യെശയ്യാവ് 49:15-16 അത് കഴിഞ്ഞ് 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് പെട്ടെന്ന് തന്ന ഒരു ദൂത എന്താണ്? ഇന്ന് ശൂന്യമായിരിക്കുന്ന നിന്റെ ലൈഫിലോട്ട് ചില രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിന്റെ മുമ്പിലുള്ള ചെറിയത് കണ്ട് ഹല്ലേലൂയ ഇതെല്ലാം അവസാനം എന്ന് വിചാരിക്കണ്ട. കർത്താവ് ചില സപ്പോർട്ടുകൾ വരാൻ പോകുന്നത് രാജാക്കന്മാരിൽ നിന്നും. ചെറുത് നിന്നെ വിട്ടുമാറുമ്പോൾ,
നിന്നോട് പല മനുഷ്യരും പറഞ്ഞ വാക്കുകൾ മറന്ന് നിന്നെ അവർ ഉപേക്ഷിച്ച് കൈവിടുമ്പോൾ ഇന്ന് കർത്താവ് പറയാണ്, സാധാരണ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ, വെളിപ്പാട് നഷ്ടപ്പെട്ടവർ നിന്നിൽ നിന്ന് മാറുമ്പോൾ രാജാക്കന്മാർ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നിന്റെ പോറ്റപ്പന്മാരായി രാജാക്കന്മാർ കയറി വരാൻ പോകുന്നു, രാജ്ഞിമാർ കയറി വരാൻ പോവുകയാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ചില ബന്ധങ്ങളിലോട്ട്, ചില ഓർഡിനറി കണക്ഷനുകൾ പൊട്ടിമാറുമ്പോൾ ചില ഇന്റർനാഷണൽ കണക്ഷനുകളിലോട്ട്, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ചില ഓർഡിനറി ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പുകൾ ഇന്ന് പകൽ ചില നിസാരന്മാർ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ചില ഇന്റർനാഷണൽ ലെവലിലുള്ള ബന്ധങ്ങളിലോട്ട് അവർ നിന്നെ പോറ്റി പുലർത്തുന്ന നിലവാരങ്ങളിൽ ആത്മാവ് ചില പുതിയ ഡോറുകൾ ഹല്ലേലൂയ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കൂടെ ഉള്ള നിസാരന്മാരായ കുറെ ആൾക്കാരുമായിട്ട് പിന്നെ കഠിനാധ്വാനം ചെയ്ത് വലയും കഴുകി രാപകലില്ലാതെ മീൻ പിടിക്കാൻ വേണ്ടി പോയി ഒന്നും കിട്ടാതായപ്പോൾ കൂടെയുള്ളവർ ഓടി രക്ഷപ്പെടുക. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, പുതിയ ഒരാളിനെ പരിചയപ്പെടാൻ പോകുന്നു. പത്രോസിന്റെ ലൈഫിലെ പേഴ്സണൽ ലൈഫിനകത്തുള്ള റിലേഷൻഷിപ്പ് എക്സ്ട്രാ ഓർഡിനറി ആകാൻ പോകുന്നു, സൂപ്പർ നാച്ചുറൽ ആകാൻ പോകുന്നു. കഴിഞ്ഞ നാൾ വരെ പത്രോസ് ബന്ധപ്പെട്ടത് സമൂഹത്തിലെ ഓർഡിനറി ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ചില ആൾക്കാരുമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരെ സംബന്ധിച്ച് കടലിൽ പോയി മീൻ പിടിക്കുക എന്ന തൊഴിൽ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ഒരു എക്സ്പീരിയൻസേ അവർക്കുള്ളൂ. അതിനകത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് കയറെടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. വേറൊരു വഴി അവർക്കില്ല. പക്ഷേ എല്ലാ വഴി അടഞ്ഞാലും പുതിയ വഴികളെ തുറക്കുന്ന ഒരാളിനെ അന്ന് പകൽ പത്രോസ് പരിചയപ്പെടുന്നു. ഹല്ലേലൂയ. പത്രോസും കർത്താവായ യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ സംഭവിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടറുകൾ നമ്മുടെ ലൈഫിനെ മാറ്റത്തില്ല. എന്നാൽ ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ നിന്റെ ലൈഫിൽ സംഭവിച്ചപ്പെടാൻ തീർന്നു എന്ന് പറയുന്ന സകല മേഖലകളുടെ നടുവിൽ നിന്നും ചില പുതിയതിനെ ഉളവാക്കി എടുക്കുവാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തനായ ഒരുവനാണ് യേശു. ആ യേശുവുമായിട്ടുള്ള മീറ്റിംഗ്, യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ, ആ യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ ആണ് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോകുന്നത്. ഇന്ന് പകൽ ആർക്കെങ്കിലും എന്റെ ജീവിതം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഇതിനകത്തിരിക്കുന്നുണ്ടോ? ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്റെ ലൈഫ് ഇങ്ങനെ പോയ പോരാ, എന്റെ ഈ പ്രശ്നം ഇങ്ങനെ പോയ പോരാ, എന്റെ വിഷയങ്ങൾ, എന്റെ രോഗങ്ങൾ, എന്റെ ഭാരങ്ങൾ, ഈ വിഷയങ്ങൾക്കൊരു മാറ്റം സംഭവിക്കപ്പെടണം. എന്നാൽ എന്റെ കൂടെ ഉള്ള ഒരു മനുഷ്യനും ഇത് എരുതിക്കകത്ത് വീണ്ടും എണ്ണയൊടിക്കാനല്ലാതെ ഒരു മനുഷ്യനും എന്റെ വിഷയങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റത്തില്ല. എന്നെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഇന്ന് പകല് ഒരു സൊല്യൂഷൻ തരാൻ, ഒരു പരിഹാരം ചെയ്യാൻ ഒരുവനുണ്ട്. അവന്റെ പേരത്രേ, നസ്രായനായ യേശു. ഹല്ലേലൂയ. അവൻ തീക്കകത്ത് നാലാമനായി ഇറങ്ങി വരുന്നവനാണ്. അവന്റെ പ്രത്യേകത അതാണ്. തീക്കകത്ത് വീണ്ടും വീണ്ടും, മനുഷ്യന്റെ പ്രത്യേകത തീക്കകത്ത് നിൽക്കുന്നവനെ വീണ്ടും അഗ്നിക്ക് ഇരയാക്കി കൊല്ലാൻ വേണ്ടി എണ്ണ ഒഴിക്കുന്നവരാണ് മനുഷ്യരെങ്കിൽ, അവന്റെ മരണം കാത്തു നിൽക്കുന്നവരാണ് മനുഷ്യരെങ്കിൽ, ആത്മാ പറയുന്നു ആ തീക്കകത്ത് നാലാമനായി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ചില ലൈഫിലോട്ട് കർത്താവ് ഇറങ്ങി വരാൻ പോവുക. നിന്റെ തീക്കകത്ത് നിൽക്കുന്ന ചിലരോട് ആത്മാ പറയുന്നു, നീ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ, ദൈവനാമത്തിന് വേണ്ടി നീ കഷ്ടം അനുഭവിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ നാമത്തിന്റെ പേരിലാണ് നിന്റെ ലൈഫിൽ ചില വിഷയങ്ങൾ വരുന്നതെങ്കിൽ, കർത്താവ് പറയും, നാലാമനായി എന്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. നാലാമനായി എന്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം ഉപദ്രവം സഹിക്കുന്നവന് 100 മടങ്ങായി ഹല്ലേലൂയ മടക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് തീക്കകത്ത് നിൽക്കുന്ന സഹോദര, ഇന്ന് തീയുടെ അനുഭവത്തിൽ പോകുന്ന സഹോദരി, ആത്മാ പറയാണ്, ഇതാ പുതിയത്, നീ ഇതുവരെ കാണാത്തൊരു വലിയൊരു കാഴ്ച നീ കാണാൻ പോകുന്നു. ഒരു നാലാമനായ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മീറ്റ് ചെയ്യേണ്ടവനെ മീറ്റ് ചെയ്താൽ വിടുതല. അടുത്തൊരു കരം കൊടുത്തു, മീറ്റ് ചെയ്യേണ്ടവനെ മീറ്റ് ചെയ്യാൻ പോകുക. കഴിഞ്ഞ നാൾ വരെ നീ മീറ്റ് ചെയ്തവരെല്ലാം ഹല്ലേലൂയ, നീ എരിഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അകത്ത് കുറച്ചുകൂടെ മണ്ണെണ്ണ ഒഴിച്ച്
കുറച്ചും കൂടെ ആളി കത്തട്ടെ എന്ന് പറഞ്ഞ് കുറച്ച്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിഷയം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ ആളി കത്തിക്കാൻ നമ്മൾ ഒരു തീ ഇങ്ങനെ ഇടുകയാണ്. ആ തീ പിന്നെയും കൂടെ ആളി കത്തിക്കാൻ വേണ്ടി പെട്രോളും മണ്ണെണ്ണ ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് എന്ത് ചെയ്യും? ഒന്നുകൂടെ ആളി കത്തും. അങ്ങനെയുള്ള ചില മണ്ണെണ്ണകളുണ്ട്, ചില പെട്രോളുകളുണ്ട്. പക്ഷെ ഇന്ന് പകല് അങ്ങനെയുള്ളതിനെയൊക്കെ എടുത്ത് വെട്ടി ദൂരെ കളയാൻ പോവോ ദൈവം? പ്രൈസ് ദി ലോർഡ്. ആളി കത്തിക്കാൻ വേണ്ടി, അതിനെ ചാരമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒന്നുമില്ലായ്മയിലേക്ക് നടത്താൻ, ശൂന്യമാക്കാൻ ശ്രമിക്കുമ്പോൾ, മുന്തിരി തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ചില പൈശാചിക ഇസബേലിയ ശക്തികളെ കർത്താവ് പറയുന്നു വെട്ടി ദൂരെ കളയാൻ പോവുക. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ചില ഇസബേലിയ ശക്തികളെ ആത്മാവ് വെട്ടി ദൂരെ കളയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി പോലും കാണാതെ കൊണ്ടാ സ്വർഗത്തിലെ ദൈവം ചിലതിനെ അന്ത്യ ന്യായവിധിക്കായി ഏൽപ്പിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വെട്ടിക്കളയുന്ന ദൈവപ്രവൃത്തി വർഷം കാണാൻ പോവുക. ചിലത് ദൈവത്തിന് ഭയമില്ലാത്ത ചിലതിന്റെ അകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി ചിലതിനെ വെട്ടി ദൂരെ കളയുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നു. ഫലം കായ്ക്കുന്നതിന് വേണ്ടി കാത്തിരുന്നിട്ടും ഫലം കായ്ക്കാത്ത ചിലതിനെ എടുത്ത് വെട്ടി തീയിലിടുന്ന ചില ശുശ്രൂഷകൾ ഈ 2022 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവസഭ കാണാൻ പോവുകയാണ്. നിക്കട്ടെ, ഒരു വർഷം കൂടെ നിക്കട്ടെ, നോക്കാമെന്ന് പറഞ്ഞിട്ടും വീർത്ത് ചീർത്ത് രക്തം കുടിച്ച് കൊണ്ടുവരുന്ന കുളയട്ടെ പോലെ ചിലതിനെ ആത്മാവ് എന്നേക്കുമായി വെട്ടിയെടുത്ത് ദൂരെ കളയാൻ പോവുക. ഹല്ലേലൂയ. അതിന് പകരം ചില ഫലമുള്ളതിനെ നട്ടുപിടിപ്പിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഫലമില്ലാതാക്കുന്ന, ശൂന്യമാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ പത്രോസിന് കൂടെ നിൽക്കാൻ ആരുമില്ല. വലയം കഴുകി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈഫ് ഓടി. എവിടെ ഇന്ന് കറി വയ്ക്കാൻ ഒരു പൊടിമീൻ പോലും കൊണ്ട് നിങ്ങളാണോ പിന്നെ എന്താ മുക്കുവൻ? നിങ്ങളാണോ ഫിഷർമാൻ? നിങ്ങളാണോ എക്സ്പീരിയൻസ് ഉള്ള ആള്? കാരണം അവിടെ ചെന്ന് കയറാൻ പറ്റത്തില്ല പത്രോസിന്. അവിടെ ഒരു ദുഷ്ട വ്യാപാരം അവിടെ ഇരിപ്പുണ്ട് വീട്ടിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്മർദ്ദത്തിലാക്കാൻ തക്കവണ്ണം വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചാമ്പക്കൂട്ടിനകത്ത് കയറിയതുപോലെ വെളിയിൽ ഇറങ്ങി നിന്ന് അങ്ങനെ നിൽപ്പുണ്ട്. കൊമ്പല്ലുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ചില. അപ്പോൾ പത്രോസിന് പേടി വീട്ടിൽ പോവാൻ. വീട്ടിൽ പോയാൽ ഈ കടലിൻ്റെ അവിടെ വല വീശി, ഇവിടെയാണെങ്കിൽ വലയും വീശി കഴിയൊക്കെ നിൽക്കാം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? ആകെ വിഷയമാണ്. ഹല്ലേലൂയ. ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? അയ്യോ ഇന്ന് കുഴപ്പമില്ല, സാരമില്ല, നമ്മൾ എത്രയോ വർഷമായിട്ട് മീൻ പിടിക്കുന്നു, ഇന്ന് കിട്ടിയില്ലെങ്കിലും ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, പത്രോസ് ചേട്ടാ ഐ ലവ് യു എന്ന് പറയാൻ ആരില്ല, വീട്ടിനകത്തില്ല. വീട്ടിലിരിക്കുന്നവർ കുറ്റവും കുറവും പരദൂഷണവും പറഞ്ഞ് ഇതിനെ വെട്ടിക്കളയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ചില കള്ളിയങ്കാട്ട് നീലിയാണ് അതിനകത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കള്ളിയങ്കാട്ട് നീലിയാണെങ്കിലും പത്രോസിനെ അടിച്ച് കൊല്ലാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളവനാണ് പത്രോസ്. പക്ഷെ എന്ത് ചെയ്യാം? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് വലിയ വിഷയമാണ്. ഹല്ലേലൂയ. അപ്പം പത്രോസ്, ഞാൻ ഈ ദുഷ്ട സാത്താനെ അടിച്ചു കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും വള്ളവും വലയാണെങ്കിലും പടകാണെങ്കിലും കടലിൽ ഒരു സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചില പത്രോസുമാർ വീട്ടിൽ കയറാതെ രാത്രി മുഴുവനും ആഴക്കടലുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് സ്വസ്ഥത കിട്ടാൻ വേണ്ടി. എന്നാൽ ഇന്ന് പകൽ കർത്താവ് എന്നോട് പറയുക, പത്രോസെ, ഈ ലോകം മുഴുവനും നിനക്കെതിരാണെങ്കിലും ആത്മാവ് പറയുന്നു പത്രോസിന് അനുകൂലമായി ഒരുവൻ നടന്നു വരികയാണ്. നിന്റെ വിടുതൽ ഈ ദിവസങ്ങളിൽ നടന്ന് നിന്റെ അടുക്കൽ വരാൻ പോകുന്നു. നിന്നെ കാണാൻ, നിന്നെ തൊടാൻ, നിന്നെ സംസാരിപ്പാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്റെ കൂടെ പടകിനകത്ത് കയറാൻ, ഇന്ന് വരെ നീ പഠിച്ചതെല്ലാം മാറ്റിയിട്ട് പുതിയ ചില ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാൻ ആത്മാവ്, ഹല്ലേലൂയ, ചില ഇന്റർനാഷണൽ ട്രെയിനിങ്ങിനകത്ത് ആത്മാവ് നിന്നെ വലിച്ചെറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഏതാ? മനുഷ്യനെ പിടിക്കുന്ന പത്രോസാക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറിയ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പത്രോസ് ഇതാ വലിയ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ ചില മത്തിയെ മാത്രം കണ്ട് വളർന്ന ഈ പത്രോസ് ഇതാ വലിയ ചില മനുഷ്യ മീനുകളെ പിടിക്കാൻ പോകുന്നു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചരിത്രം മാറാൻ പോകുന്നു. സീസൺ ചേഞ്ച് ആകാൻ പോവുകയാണ്. പത്രോസിന് പോലും അറിയില്ല ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ, നിനക്ക് പോലും അറിയില്ല നിന്റെ ഭാവി എന്താണെന്ന്. നീ നാളെ ആരായി തീരുമെന്ന് നിനക്കറിയത്തില്ല. എന്നാൽ അറിയുന്ന ഒരുവൻ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇതിനകത്തിരിക്കുന്ന പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, ഹല്ലേലൂയ, യൗവനക്കാരെ, നിന്റെ ഭാവി അറിയാതെ നീ കുഴങ്ങിയിരിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. നീ അറിയാത്തൊരു ചരിത്രം നിന്റെ മുമ്പിൽ ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരാതെ അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന ചില അത്ഭുതങ്ങൾ വരുന്ന ആളുകളിൽ നിനക്കായി വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടും കടം മാത്രം മിച്ചമെന്ന് പറഞ്ഞ വീട്ടിനകത്ത് അമ്മയോട് മിണ്ടാതെ, ഭാര്യയോട് മിണ്ടാതെ, ഹല്ലേലൂയ, ആരോടും മിണ്ടാതെ ഇരിക്കുന്ന സഹോദര, ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ വിഷയം അറിയുന്ന എന്റെ ദൈവം ഇന്ന് പകൽ നിന്റെ കരങ്ങളെ, ഹല്ലേലൂയ, നിന്റെ ലൈഫിൽ ഇതുവരെ നിന്റെ കരങ്ങളിൽ വീഴാത്ത ചിലത്, ഇതുവരെ നിന്റെ പടകിനകത്ത് കേറാത്ത ചിലതിനെ, ശൂന്യത മാറുന്ന ദുരാത്മാവ്, ശൂന്യത ഇടുന്ന ദുരാത്മാവ് അഴിയട്ടെ. കരങ്ങളെ ആത്മശക്തിയിൽ ആരാധിച്ച്, ഹല്ലേലൂയ, എത്ര കഠിനാധ്വാനം ചെയ്താലും, എത്ര ഓടിയാലും, ഓട്ടക്കാലണ, ഓട്ടപാത്രം പോലെ നിന്റെ ബാങ്ക് അക്കൗണ്ടുകളെ ശൂന്യമാക്കി, നിന്റെ പേഴ്സിനെ ശൂന്യമാക്കി, നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി കളയുന്ന മേഖലകൾ ഇന്ന് പകൽ പൊളിഞ്ഞു മാറട്ടെ. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കപ്പെടുവാൻ, ഫൈനാൻഷ്യൽ മിറക്കിൾ മണികൾ, ഗ്ലോറി, ഹല്ലേലൂയ. ചില സാമ്പത്തിക ഡെലിവറൻസുകൾ നിന്നിലേക്ക് വരാൻ പോവുകയാണ്. ചിലരുടെ അക്കൗണ്ടുകൾ നിറയാൻ പോകുന്നു. ചില മിറക്കിൾ മണികൾ നിന്റെ പേഴ്സിനകത്ത് വരാൻ പോകുന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്ന് അറിയാത്ത വണ്ണം ചില അക്കൗണ്ടിനകത്ത് ചില ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങുകൾ ഈ വരുന്ന ആഴ്ചകളിൽ ചിലരോട് കർത്താവ് എന്നോട് പറയുകയാണ്, നിന്റെ സാമ്പത്തിക മേഖലകളെ ആത്മാവ് ഇന്ന് പകൽ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞ ചിലതിനെ ദൈവാത്മാവ് തുറക്കും. ശൂന്യതകളെ ദൈവാത്മാവ് മാറ്റും. നിന്റെ സ്ഥിതി മാറും. ചില സാമ്പത്തിക വിടുതലുകൾ, ചില വസ്തുവകളുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ പോകുന്നു. In the name of Jesus. Hallelujah. Praise the Lord. അപ്പോൾ ഇതെല്ലാം ചെയ്ത് മനുഷ്യനുമായിട്ട് ഒരു സംസാരിക്കാനില്ല പറ്റാതെ വണ്ണം പുള്ളി ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ കർത്താവ് നടന്നു വരും. വിടുതൽ നടന്നു വരുന്നു. അത്ഭുതം നടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മുഴുവനായിട്ട് ഒരു അത്ഭുതമാണ് വരുന്നത്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഇതാ നടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൊണ്ടുവരുന്നവൻ ഇതാ നടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനെ സൃഷ്ടിച്ചവൻ ഇതാ നടന്നു വരികയാണ്. ഈ വ്യക്തിക്ക് അറിയത്തില്ല ഇത് സൃഷ്ടാവാണെന്ന് അറിയത്തില്ല. പലപ്പോഴും നമ്മുടെ വിഷയം നമ്മുടെ ദൈവം ആരെന്ന് നമുക്കറിയത്തില്ല. നമ്മളിതാ ഇവിടെ വന്നിരിക്കുന്നു, കൈയടിക്കുന്നു. മറ്റുള്ള അടുത്തിരിക്കുന്നവൻ കൈയടിക്കുന്നത് കൊണ്ട് അടിക്കുന്നവനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അടിക്കാതിരിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കൈയടിക്കുന്നവരുണ്ട്. വരാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ആരൊക്കെ നിർബന്ധിച്ച് ചുമന്നുകൊണ്ട് വന്ന് ഇരുത്തിയിരിക്കുന്നവരുണ്ട്. വന്നിരുന്നാൽ ഇവിടെയല്ല മനസ്സ്, വേറെ പലതിനും മനസ്സ്. ഈ ആരാധന ഒന്ന് തീർന്നിരുന്നെങ്കിൽ വെരുക ചാടുന്നത് പോലെ ചാടാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല മേഖലകളിൽ ഇതിനകത്ത് സമ്മർദ്ദത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ആരാധന കഴിഞ്ഞിരുന്നെങ്കിൽ ഞായറാഴ്ച ഫിലിമിൽ പോകാമായിരുന്നു കരുതുന്നവരുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ തിയേറ്റർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിനകത്തോട്ട് കയറാം. ചിലർ വിചാരിക്കും ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ വെളിയിൽ ഇറങ്ങി ഒന്ന് സിഗരറ്റ് വലിക്കുക. ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് വെളിയിലിറങ്ങി ബാറിൽ, സൂര്യ ബാറിലോട്ടൊന്ന് കയറാം. ഹല്ലേലൂയ. അതിനുവേണ്ടി വെപ്രാളത്തോടെ ഇരിക്കുന്ന, വിമിഷ്ടത്തിൽ ഇരിക്കുന്നവരും ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് ആത്മാവ് എന്നോട് പറയുകയാണ്, നിന്റെ എല്ലാ വെപ്രാളവും വിമിഷ്ടവും എല്ലാം പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റാൻ പോകുന്നു. നിന്റെ റൂട്ട് മാറാൻ പോകുന്നു. നിന്റെ റൂട്ട് മാറാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ റൂട്ടെല്ലാം മാറും. നിന്നെ കഴിഞ്ഞ നാൾ ഇന്ന് വരെ നീ പോയ പല റൂട്ടുകളുണ്ട്. നിന്റെ റൂട്ടുകൾ നിനക്ക് മാത്രം അറിയാവുന്നതാണെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസേ, ആത്മാവ് നിന്റെ റൂട്ട് ഇന്ന് പകൽ മാറാൻ പോവുകയാണ്. ഗൂഗിൾ മാപ്പിനകത്ത് റൂട്ട് നോക്കിയാൽ നിന്റെ റൂട്ടുകൾ പലതും റോങ് ആണ്. പല റോങ് റൂട്ടിനകത്തും നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം പറയുന്നത് നിന്റെ ശൂന്യതയ്ക്ക് കാരണം ഹല്ലേലൂയ റോങ് റൂട്ടുകളാണ്. ഹല്ലേലൂയ. അറിവില്ലാത്തത് കൊണ്ട് പല മേഖലകളിൽ റോങ് ആയി നീ പോയിക്കൊണ്ടിരിക്കുന്നു.
പത്രോസിന്റെ റൂട്ട് മാറ്റാൻ പോവുകയാണ്. പത്രോസിന്റെ റൂട്ടുകളെ പരിശുദ്ധാത്മാ മാറ്റാൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, അപ്സ് ആൻഡ് ഡൗൺ ചേഞ്ച് ആകാൻ പോകുന്നു. അടിമുടി മാറാൻ പോകുന്നു. അടുത്തിന് പറഞ്ഞു അടിമുടി മാറാൻ. നീ അടിമുടി ദൈവത്തിന്റെ ആത്മാ നിന്നെ മാറ്റാൻ പോകുന്നു. കംപ്ലീറ്റ് ചേഞ്ച് ആകാൻ പോകുന്നു. റൂട്ട് മാറാൻ പോകുന്നു. പുതിയത് അതാ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് വരെ ഉള്ളതെല്ലാം മാറാൻ പോകുന്നു. നീ അത് മറന്നു കളയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ ആത്മാവചനം പറയുന്ന യെശയ്യാ 43 പറയുന്നത് പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള പഴയത് നീ മറക്കാൻ പോകുന്നു. പഴയതിനെ നീ മറക്കാൻ പോകുന്നു. പഴയ ബന്ധങ്ങൾ, പഴയ കണക്ഷനുകൾ, പഴയ മുറിവുകൾ, പഴയ വേദനിപ്പിച്ചവർ, തളർത്തിയവർ, തകർത്തിയവർ എല്ലാം മറക്കാൻ പോവുകയാണ്. അതൊക്കെ പഴയ ഒരു ഓർമ്മയായി മാറാൻ പോകുന്നു. നിന്റെ കൂടെ നിന്നാൻ പെറുപെറുത്തതെല്ലാം വായും തുറന്ന് നിൽക്കുമ്പോൾ ഇതാ നീ ഇന്റർനാഷണൽ ലെവലിൽ ഫ്ലൈറ്റ് കയറി പോകാൻ പോവുക. യെസ്, ഹല്ലേലൂയ. പിന്നെ നിന്നെ പിടിക്കാൻ ഇന്ന് നിനക്ക് വിരോധമായി പറഞ്ഞ ആരെയും ദൈവം അനുവദിക്കാതെ വണ്ണം കർത്താവ് ചിലതിനെ ഡിസ്റ്റൻസ് കൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റൂട്ട് മാറ്റുന്ന ദൈവം, മാറ്റുന്ന ദൈവം, പുതിയതിനെ ഉണ്ടാക്കുന്ന ദൈവം, പഴയതിനെ പൊളിച്ചു കളയുന്ന ദൈവം, പൊളിക്കുന്ന ദൈവമാണ്. നിന്റേതായ സകലതിനെയും ദൈവം പൊളിക്കും. നിന്റെ അറിവിനെ ദൈവത്തിന്റെ ആത്മാ പൊളിക്കും. നിന്റെ ചിന്താഗതികളെ പൊളിക്കും. കഴിഞ്ഞ നാൾ ഇന്ന് വരെ സഭയ്ക്കകത്ത് വന്ന് ഉറങ്ങിയിട്ട് പോയ നിന്റെ ലൈഫിനെ മാറ്റാൻ പോകുന്നു. പത്രോസേ, നീ ഉറങ്ങി ഒരു പരുവമായി ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്ക. ഇതിനകത്ത് വന്ന് ചാരി ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന നിന്റെ ഉറക്കം എന്നേക്കുമായി മാറാൻ പോവുകയാണ്. നീ ചാടി കുതിക്കാൻ പോകുന്നു. നീ ചാടി തുള്ളാൻ പോവുകയാണ്. ഇതാണോ പത്രോസ്? ഇത് കഴിഞ്ഞ നാളിൽ കണ്ടിരുന്ന പത്രോസ് അല്ലല്ലോ. കയ്യിൽ വാളുമായി നടന്ന പത്രോസ്, ഹല്ലേലൂയ. ചഞ്ചല മനുഷ്യനായ പത്രോസ്, ഭയമുള്ള പത്രോസ്, നിരാശനായ പത്രോസ്, തകർന്ന പത്രോസ്, ശാപം പിടിച്ചവൻ, എന്ത് ചെയ്താലും ഗുണം പിടിക്കാത്ത പത്രോസ്, എവിടെ ചെന്നാലും ആ സഭയെ അല്ലെങ്കിൽ അതിനെ പൂട്ടുന്ന പത്രോസ്. പത്രോസിന് വലിയ പേരുകളാ. എവിടെ ചെന്നാലും അവിടെ ഒരു കടയിൽ കയറിയുന്ന ആ കട പൂട്ടിപ്പോവും. അങ്ങനത്തെ പത്രോസ്, ശാപം പിടിച്ച പത്രോസ്. എന്ത് ഇതുവരെ ചെയ്തിട്ടുണ്ടോ അതൊന്നും എഴുന്നേറ്റം പിടിച്ചിട്ടില്ല, ഗുണം പിടിച്ചിട്ടില്ല. എവിടെ ചെന്നാലും പൂട്ടാനല്ലാതെ തുറക്കാൻ അറിയാത്ത പത്രോസ്, ശൂന്യമാക്കുന്ന പത്രോസ്. ഹല്ലേലൂയ. ശാപം പിടിച്ചുവാൻ നിന്നെക്കുറിച്ച് പലതും നിന്നെ നീ എന്ന് ജനിച്ചോ അന്ന് മുതൽ നീ ഒരു ശാപമാണെന്ന് നിന്റെ അപ്പനും അമ്മയും ഒക്കെ നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതാ ചരിത്രം മാറാൻ പോവുക. നിന്റെ അപ്പനും അമ്മയുടെ മുമ്പിൽ നിന്നെ കണ്ണിന് പോലും കാണാൻ പറ്റത്തില്ല, അത്ര ശാപം പിടിച്ച വ്യക്തിയാ. നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, നീ ഒരിക്കലും നന്നാകത്തില്ല. നീ എന്ത് ചെയ്താലും പരാജയമാണല്ലോ. കഴിഞ്ഞ നാൾ ഇതുവരെ ചെയ്തതെല്ലാം പരാജയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. കഴിഞ്ഞ നാൾ ഇന്ന് വരെ നീ ചെയ്ത പലതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും ഫ്ലറിഷ് ആകുന്നില്ല. ഒരു പ്രോസ്പെരിറ്റി കാണാൻ പറ്റുന്നില്ല. ഒരു പച്ചപ്പ് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നീ ഇരിക്കുകയാണോ? ആത്മാവ്, ആ ശാപം ഇന്ന് പകൽ പൊട്ടാൻ പോകുന്നു. ആ കെട്ടുന്ന പകൽ പൊട്ടാൻ പോവുകയാണ്. ഇത് അവസാനത്തെ ദിവസമാണ്. നിന്റെ ലൈഫിലെ പല മേഖലകളിൽ പരാജയം അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് അതിനൊരു ഉയർച്ചയും നന്മയും പ്രാപിക്കാൻ പറ്റാതെ തളർന്ന അവശനായി നിരാശനായിരിക്കുന്ന സഹോദര, ആത്മാ പറയുകയാണ്, ഈ ശാപം ഇന്ന് പകൽ ഇവിടെ വെച്ച് അവസാനിക്കപ്പെടാൻ പോവുകയാണ്. ഈ ആലയത്തിനകത്ത് നിന്ന് നീ പുറത്തിറങ്ങുന്നത് ഒരു പുതിയ പടകിനകത്താണ്, പുതിയൊരു അന്തരീക്ഷത്തിനകത്ത്, പുതിയൊരു ലെവലിലോട്ട്, പുതിയൊരു വഴി തുറക്കാൻ. ഹല്ലേലൂയ. പുതിയത് കർത്താവ് പറഞ്ഞു, പുതിയത്. കാനാവിലെ കല്യാണ ഭവനത്തിനകത്ത് കർത്താവ് കയറി ചെന്നപ്പോൾ അവിടെ എല്ലാം തീർന്നെന്ന് പറഞ്ഞ് പിന്നെ മാതാവ് എന്ന് പറയുക. മാതാവിനോട് കർത്താവ് പറഞ്ഞു, ഇതെന്റെ സമയമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്ത്രീ എന്റെ സമയമായിട്ടില്ല. ഇന്ന് പകൽ ആത്മാ പറയുന്നു, നിന്റെ പല വിഷയങ്ങളിലും ഹല്ലേലൂയ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു പുതിയത് വെളിപ്പെടാനുള്ള സമയമായി. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നീ തയ്യാറാണോ? കർത്താവ് പറഞ്ഞു, എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ അർത്ഥം നിന്നെ വിടുവിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒരു പ്രശ്നമുണ്ട്, പക്ഷേ എന്റെ സമയം ആയിട്ടില്ല, ഞാൻ പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞില്ല ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇതിന് പരിഹാരം ചെയ്യത്തില്ല എന്നല്ല പറഞ്ഞത്. ഇതിന് പരിഹാരമുണ്ട്, ഇത് ഞാൻ പ്രവർത്തിക്കും, ഇതിനകത്ത് ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും. ഈ അപമാനം, ഈ നാണക്കേട്, ഈ നിന്ന മാറും,
ഇതിൽ ഞാൻ ഇടപെടാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോ എന്റെ സമയം ആയിട്ടില്ല. അതായത് ഒരല്പം, ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്, ഉടനടി ദൈവം ചില പുതിയ സിസ്റ്റങ്ങളെ, പഴയ സിസ്റ്റം മാറ്റി പുതിയൊരു ചരിത്രമാക്കി നിന്റെ വീടിനെ ഒരു ഉത്സവമായി, ഒരു സെലിബ്രേഷൻ ഭവനമാക്കി, ഒരു ഉത്സവം. ഇന്നത്തെ കണ്ണുനീര്, ഇന്നത്തെ വിലാപം, ഇന്നത്തെ നിരാശ, ഇന്നത്തത് ആത്മാവ് പറയുകയാണ് ഇന്നത്തത്. അങ്ങനെ ചില കാര്യങ്ങൾ നടത്താൻ നിങ്ങൾ ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതും. നീ ദൈവമില്ലാതെ നിന്റെ ബുദ്ധിയിലും ശക്തിയിലും മസിൽ പവറിൽ, പ്രൈസ് ദി ലോർഡ്, നീ ഓടി തളർന്ന് എരച്ച് വേർത്ത് ഒഴുകി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നിന്റെ ലൈഫിൽ വരും. പക്ഷേ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് ചരിത്രം മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പത്രോസ് അങ്ങനെ നിൽക്കുമ്പോ കർത്താവ് വന്നു, ഈ പടകൊന്ന് തരുമോ? ഹല്ലേലൂയ. പെട്ടെന്ന് അവരുടെ സ്വഭാവം അനുസരിച്ച് ഒന്നാമത് എല്ലാം തകർന്ന് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരേണ്ടതാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം അടുത്ത് വരുമ്പോൾ നമ്മുടെ കഠിന ഹൃദയം എല്ലാം ഉരുകി പോകും. നിന്റെ എല്ലാ കഠിന ഹൃദയങ്ങളെയും ഉരുക്കി കളയുന്ന ദൈവം നിന്റെ ഹൃദയം വരെ അങ്ങ് ഉരുകി മാറും. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിന്റെ സ്വഭാവം വരെ യേശുവിനെ കണ്ടപ്പോ ആറ്റിറ്റ്യൂഡിനെ ദൈവം മാറ്റിക്കളഞ്ഞു. പൊട്ടിത്തെറിക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ. ഈ ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് പലരും പൊട്ടിത്തെറിപ്പും ഭയങ്കര ബഹളവും പരാക്രമം. ഈ ദൈവം ഇല്ലാത്തവരുടെ പ്രത്യേകതയാണ്. ദൈവം ഒരുത്തൻ്റെ ലൈഫിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് മൂക്കിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി, തീർന്ന പരിപാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ അകത്ത് ദൈവമില്ല, അവരുടെ അകത്ത് ദുഷ്ട മൃഗം ഇരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് എന്താണ്? ഇതിന്റെ പുറകിൽ ഒരു പൈശാചികതയുണ്ട്. ഇതിന്റെ പുറകിൽ എൻ്റെ നന്മയെ തടയുന്ന, ചൂഷണം ചെയ്യുന്ന, ഞാൻ അനുഭവിക്കേണ്ട ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് ചിലതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളെ തിരിച്ചറിയാൻ ഒരു ആത്മീക കണ്ണുള്ളവനായി നീ മാറണം ഇന്ന് പകല്. നിന്റെ ജീവിതത്തിന് ഇന്ന് നീ കാണുന്ന പലതും, ഹല്ലേലൂയ, നിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നിന്നെ ദൈവത്തിലോട്ട് അടുപ്പിക്കാതെ നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബജീവിതങ്ങളെ, തലമുറകളെ തകർത്ത് കളയുന്ന ചിലതുണ്ട്. അതിനെയാണ് നീ കാണേണ്ടത്. അതിനെ കാണാൻ കഴിവുള്ളവൻ വന്നിട്ടുണ്ട്. പത്രോസിനെ അറിയത്തില്ല എന്താ റീസൺ എന്ന്. പലരുടെയും വിഷയം അറിയാതെ കുഴങ്ങുക. ഇതാരാ ചെയ്യുന്നെന്നറിയാതെ കുഴങ്ങുക. ഇതിന്റെ പുറകിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നില്ല. നമ്മൾ മനുഷ്യനെ ശത്രുവായി കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലതും വരുമ്പോ അവന് ശരിയല്ല, ഇവന് ശരിയല്ല, അവള് ശരിയല്ല, ആര് ശരിയല്ല, നമ്മളും ശരിയല്ല. ആരാ അവിടെ ശരിയായിട്ടുള്ളത്? ആകെ ശരിയായിട്ടുള്ളത് കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ. ആകെ ഈ ലോകത്ത് ശരിയായിട്ടുള്ള ഒരേ ഒരാൾ. അതുകൊണ്ടാണ് ഈ ദൈവത്തിനെ നമ്മൾ ഘോരം കിടന്ന് പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകെ ഒരു വിശുദ്ധനേ ഉള്ളൂ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആകെ ഒരു നല്ലവൻ കർത്താവേ ഉള്ളൂ. ആകെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഈ യേശുവേ ഉള്ളൂ. ബാക്കിയെല്ലാം അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാ. ദൈവത്തിന്റെ ഹിതം നോക്കുന്നവരല്ല, അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാ എല്ലാവരും. ഹല്ലേലൂയ. ഒരു വിശുദ്ധനും ഇല്ലെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഒരുത്തനും നീതിമാനില്ല, ഒരുത്തനും വിശുദ്ധനല്ല. എല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. ആകെ ഒരുവനേ ഉള്ളത് കർത്താവ് യേശു മാത്രം. സകല മനുഷ്യരും വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ മുകളിലിടുമ്പോൾ ഇന്ന് പകൽ സകാരത്തിന് പകരം സകാരം, ദോഷം ചെയ്യുന്നതിന് പകരം ദോഷം ചെയ്യാതെ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിനെന്ന് പറയുവാൻ. ഹല്ലേലൂയ. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫേസ്യർക്കെതിരെ 6-ാം അധ്യായം പറയുന്നു, നീ ബലം പ്രാപിക്കണം, നീ ശക്തി പ്രാപിക്കണം. നിനക്ക് പോരാട്ടമുള്ളത് ദുഷ്ടാത്മ സേനകളോടാണ്. അലറുന്ന സിംഹം പോലെ പിശാച് നിനക്ക് വേറെ ചാടി വീഴുമ്പോൾ നീ മനുഷ്യരോടല്ല പോരാടേണ്ടത്. നിന്റെ പോരാട്ടമുള്ളത് ഇസ്രായേലിയ ശക്തികളോട്, ദുഷ്ടാത്മ ശക്തികളോട്. ഇന്ന് പകൽ നിനക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. നമ്മൾ മനുഷ്യനെ വിധിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നു, മനുഷ്യന് വിരോധമായി സംസാരിക്കുന്നു, മനുഷ്യനെ ശപിക്കുന്നു, മനുഷ്യനെ ഉപദ്രവിക്കുന്നു, അവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നു. പക്ഷേ പുറകിൽ വ്യാപരിക്കുന്നവൻ ചിരിച്ചോണ്ട് നിൽക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നെ ചേറ്റിനകത്ത് കുഴഞ്ഞ ആ ചേറ്റിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. നിന്നെ രാജകീയ അഭിഷേകത്തെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആത്മാവിൽ നടത്തുന്നൊരു ദൈവമുണ്ട് നിന്നെ. ഇന്ന് പകൽ നീ ചേറ്റിനകത്തു നിന്നും പന്നികളെ പോലെ വീണ്ടും വീണ്ടും ചെന്ന് അവിടെ കിടന്ന് കറങ്ങാതെ നിന്നെ വിളിച്ച വിളിക്കകത്ത് കയറാൻ നീ കർത്താവിന്റെ കരത്തിലൊന്ന് മുറുകെ പിടിച്ചോ. ആത്മാവ് നിന്നെ നടത്താൻ പോവുകയാണ്, നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നീ എന്നും ഇങ്ങനെ പന്നികളെ പോലെ പേപ്പട്ടികളെ പോലെ നടക്കാനല്ല, അതിന് പകരം സ്വർഗത്തിലെ ദൈവം ഒരു രാജകീയ അഭിഷേകം നിനക്ക് തന്ന് നിന്നെ നടത്താൻ ദൈവം ശക്തനാണ്. ദൈവവുമായിട്ട് മീറ്റ് ചെയ്താൽ നമ്മുടെ സ്വഭാവവും ചിന്താഗതികളും എല്ലാം മാറും. കർത്താവ് പറഞ്ഞു, എന്റെ പടക്, നിന്റെ പടക് എനിക്കൊന്ന് തരുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ശരി, ഓക്കെ, ഞാൻ തരാം. പടകിനകത്ത് കയറിയാൽ അത്ഭുതം നടക്കുമോ? പ്രൈസ് ദി ലോർഡ്. ചോദിച്ച് അടുത്തിരിക്കുന്നവർ, നിന്റെ പടകിനകത്ത് കയറിയാൽ അത്ഭുതം നടക്കുമോ? കർത്താവ് നിന്റെ പടകിനകത്തുണ്ട്, കയറിയാൽ അത്ഭുതം നടക്കുമോ? എത്ര പേർ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നാട്ടിൽ കിടക്കണ ആരും അവനെയൊക്കെ പിടിച്ച് കയറ്റിയാലൊന്നും നടക്കത്തില്ല. പക്ഷെ യേശു കയറിയാൽ കയറിയതാ. ഹല്ലേലൂയ. വഴിയെ പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പലരും ഇരിപ്പുണ്ട്. അവർക്ക് ബസ്സിനകത്തും കാറിനകത്തിരുന്നുകൊണ്ട് 25 പൈസ 1 രൂപയും വലിച്ചെറിയുന്നവനാണെങ്കിൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലേ. കുരിശടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് മെഴുകുതിരി കത്തിക്കുന്നവന് നടക്കണമെന്നില്ല. പക്ഷെ യേശു നിന്റെ പടകിനകത്ത് കയറണം, നിന്റെ ലൈഫിലോട്ട് കയറണം, നിന്റെ ജീവിതത്തിനകത്ത് കയറണം, നിന്റെ ഹൃദയത്തിനകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പടകിനകത്ത് കയറിയ പടക് മാറും, പടകെല്ലാം മാറും. ഹല്ലേലൂയ. കർത്താവ് കയറി. കർത്താവ് പറഞ്ഞത്, ഞാൻ പടകിനകത്ത് നിന്നും വചനം പറയും, പ്രസംഗിക്കും. അപ്പോൾ പത്രോസ് ചിന്തിക്കുകയാണ്, ഈ പ്രസംഗിച്ച എങ്ങനെ ഇത്രയും നേരം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ട് കിട്ടാത്ത മീന് ഈ പുള്ളി കയറി നിന്ന് പ്രസംഗിച്ചാൽ ഇവിടെ നിന്ന് വരാനാ? നമ്മുടെ പല ചോദ്യങ്ങൾ ഇതാണ്. വചനം കേട്ടോണ്ടിരുന്ന വിടുതൽ നടക്കുമോ? നടക്കുമോ സഹോദര? വചനം കേട്ടാ രാധാകൃഷ്ണ ബ്രദറെ, നടക്കുമോ? വചനം കേട്ടാ നടക്കുമോ? വചനം കേട്ട അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ? ദൈവവചനം ജീവനുള്ള വചനമാണ്. അത് മനുഷ്യൻ പറയുന്നതല്ല, അത് പരിശുദ്ധന്മാൻ എഴുതപ്പെട്ടതാണ്. വചനം കേട്ടാൽ മാത്രമേ വിടുതൽ നടക്കൂ. ദൈവവചനം നിന്നെ മാറ്റും, നിന്റെ പലതിനെ മാറ്റും, നിന്റെ സ്ഥിതിയെ മാറ്റും. ദൈവവചനം പലതിനെയും അടിമുടി ചേഞ്ച് ചെയ്യും. ഈ വചനം കേട്ടാൽ മാത്രമേ വിടുതൽ നടക്കൂ. പക്ഷെ വചനം കേട്ടാൽ മാനസാന്തരം ഇല്ലാത്ത ചിലതുണ്ട്. എത്ര വചനം കേട്ടാലും ഉൾക്കൊള്ളാതെ ഗ്രഹിക്കാതെ കിടക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇന്ന് പകല് ആത്മാ പറയുന്നു, നീ കേൾക്കേണ്ട രീതിയിൽ ഗ്രഹിച്ച് അതിനെ ഓണർ ചെയ്ത് മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ ഒരു മാനമുള്ളവനായി നീ ഇരിക്കുകയാണെങ്കിൽ ഈ ദൈവവചനം നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റും. നിന്റെ ലൈഫിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ വചനത്തിന് സാധിക്കും. കടലിനകത്ത് വേലിയേറ്റം ഉണ്ട്, വേലി ഇറക്കമുണ്ട്. എന്തുണ്ട്? വേലിയേറ്റവും വേലി ഇറക്കമുണ്ട്. ഹല്ലേലൂയ. ഈ വേലിയേറ്റം ഉണ്ടോ എന്ത് ചെയ്യും? അടിയിൽ കിടക്കുന്ന, ആഴത്തിൽ കിടക്കുന്ന സകല മീനും കൂടെ വേലിയേറ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്? പൊങ്ങി കയറി വന്ന് കരയിൽ കിടക്കും. ഈ കുറച്ച് പടകിനകത്ത് ഈ മുക്കൊരു കുറച്ച് നേരം അങ്ങോട്ടൊക്കെ പോകും, അവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ ഇവരാരും കാണാത്ത സാധനം വേലികേറ്റത്തിനകത്ത് ആഴക്കടലിനകത്ത് നിന്ന് ദൈവം ചില സീസണിൽ അടിച്ചു കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യുന്ന കൊച്ചു പിള്ളേരും ഈ കടൽ കാണാൻ വരുന്നവരും ബീച്ചിൽ വരുന്നവരും വരെ വന്ന് നോക്കുമ്പോൾ മീൻ നടക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഇഷ്ടം പോലെ. ഞാൻ ചില സമയത്ത് വിഴിഞ്ഞത്ത് പോകും. വിഴിഞ്ഞത്ത് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കുട്ട നമ്മൾ ഇവിടെ ഈ മീൻകാർ കൊണ്ടുവരുമ്പോൾ ഒരു 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 10, 15, 5. പക്ഷേ നമ്മൾ നേരെ വിഴിഞ്ഞത്ത് പോവുകയാണെങ്കിൽ അവിടെ ചെന്നവർ പടകിൽ മീൻ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കുട്ട, എന്താണ് ഞാൻ നോക്കിയപ്പോൾ, ഒരു കുട്ട മത്തി 500 രൂപ. അത് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് നാട് മുഴുവൻ മീൻകാരനെന്ന് പിന്നെ നമ്മളെ വിളിക്കേണ്ടി വരും. കാരണം നാട് മുഴുവൻ ആൾക്കാർ കൊടുത്താലും, അയ്യോ പാവം പാസ്റ്റർ ഇപ്പോൾ ജോലിയൊക്കെ നിർത്തി മീൻകാരനായി, പുള്ളി പാവം ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ജീവിച്ചാൽ ഇപ്പോൾ പാവപ്പെട്ടവർ വേറെ ഒരു ഗതിയില്ലാതെ ഇയാൾക്ക് മീൻ കച്ചവടം തുടങ്ങി. ഒറ്റത് മുഴുവൻ നമ്മുടെ മലയാളികളാണല്ലോ, പെട്ടെന്ന് തന്നെ അവർക്ക് സന്തോഷം കൊണ്ട് സഹിക്കാമെന്ന് നാട് മുഴുവൻ പാവം. അപ്പുറത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളി ശുശ്രൂഷയ്ക്ക് പോയി ഇപ്പോൾ അങ്ങേറ്റം പറ്റിയപ്പം മീൻകുട്ടയും കൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർത്തു, കർത്താവ് എന്നെ മീൻകാരനെന്ന് വിളിക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. 500 രൂപയ്ക്ക് അല്ല, 400 രൂപ, 300 രൂപ, 250 രൂപയ്ക്കൊക്കെ ഒരു കുട്ട.
ഞാൻ അതിന് ആത്മാവിൽ കണ്ടു. ഈ ഒരു കൂട്ടം 300-400 രൂപയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് എടുത്തോണ്ട് പോ, വേണ്ട. കാരണം ഞാനോ പിന്നെ അത് കുഴിച്ചിടേണ്ടി വരും, അഴുകിപ്പോവും. ദൈവം അനുഗ്രഹിച്ച അങ്ങനെയല്ലേ? മരുഭൂമിക്കകത്ത് മന്ന തിന്ന് കാടപ്പക്ഷി തിന്നിട്ട് എന്ത് ചെയ്തു? ഈ പല്ലിന് ഇടയിൽ ഇരുന്ന് പിന്നെ കുറേയൊക്കെ എടുത്തങ്ങ് കുഴിച്ചിടേണ്ടി വന്നു. അങ്ങനെ ഒരു സീസൺ വന്നാലോ? ഒരു വേലികയറ്റം വരാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഒരു കഠിനാധ്വാനവും ഇല്ല, ഒരു അധ്വാനവും ഇല്ല, ചുമ്മാ പറക്കാം. നീ എവിടെ ചെന്നാലും അനുഗ്രഹം. നീ നിൽക്കുന്നിടത്തൊക്കെല്ലാം ബ്ലെസ്സിങ് വർദ്ധിച്ച് പെരുകി. ഹല്ലേലൂയ. വർദ്ധിച്ച് പെരുകുന്ന ഒരു അഭിഷേകം കർത്താവായ യേശുവിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുക. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുള്ളവരാണെങ്കിൽ ഇത് പിടിക്കും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ ലൈഫിൽ വർദ്ധിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടാൻ പോവുക, വർദ്ധിച്ച് പെരുകാൻ പോവുക. നീ ഞെട്ടിപ്പോകുന്ന സമൃദ്ധി ഈ സീസണിൽ ആത്മാവിനോട് പറയുന്നു, നീ അത് പിടിച്ചോ, ചാടി പിടിച്ചോ, പ്രതികരിക്കണം. ഇത് പ്രൊഫറ്റിക്കൽ മെസ്സേജാ. ഇത് മെസ്സേജ് ടീച്ചിങ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിന് ഒരു പ്രത്യേകതയുണ്ട്, പ്രതികരിച്ചാൽ കിട്ടും. അത് ആമേൻ പറഞ്ഞാൽ കിട്ടും, നീ സ്തോത്രം പറഞ്ഞാൽ കിട്ടും. അത് നിന്റെ ലൈഫിൽ വെളിപ്പെടും. ഇത് എനിക്കുള്ളതാന്ന് പറയണം. ചില വേലിയേറ്റങ്ങൾ കർത്താവ് ആഴത്തിൽ കിടക്കുന്ന ചിലതിനെ, എത്ര അധ്വാനിച്ചാലും കിട്ടാത്ത ചിലതിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുട്ടക്കണക്കിലിടുന്നത് പോലെ. പണമാണോ? കുട്ടക്കണക്കിന്, എണ്ണിയാൽ തീരാത്ത സമ്പത്ത്, എണ്ണിയാൽ തീരാത്ത പ്രോപ്പർട്ടികൾ, വീടുകൾ, സ്ഥലങ്ങൾ, കാറുകൾ. ഹല്ലേലൂയ. ദൈവം ഒരു വേലിയേറ്റം കൽപ്പിച്ചാൽ മതി, ഒരു വേലിയേറ്റം ഉണ്ടായാൽ മതി, നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വേലിയേറ്റം ദൈവം കൽപ്പിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും ഉണ്ടാകത്തില്ല. ആ വേലിയേറ്റത്തിൽ ചിലത് സമൃദ്ധി ഉണ്ടാവും, ഭയങ്കര. ആ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന്, ഇന്നലെ 500 രൂപയായിരുന്നു ചൂര, ഇന്ന് 100 രൂപയ്ക്ക് തരാം. ഹല്ലേലൂയ. ഇന്നലെ 700 പിന്നെ 1000 രൂപയായിരുന്ന സാധനം 100 രൂപ തന്നാൽ മതി. ഇഷ്ടം പോലെ മീനുണ്ട്. സമൃദ്ധി ഉണ്ടെങ്കിൽ വിലയും കുറയും, ലൈഫും സിമ്പിള്. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുക? നമ്മളെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധിമുട്ടും പക്ഷേ ഓവർഫ്ലോ ആയിട്ടൊരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടെങ്കിലോ 1000 രൂപയാണ് മീനെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ 50 രൂപയ്ക്ക് മീൻ തരുമോ, നാളെ തരാം പൈസ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, സമ്പത്ത് വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെളിഞ്ഞ് നിന്നിട്ട് അപ്പം പിന്നെ മീൻകാരൻ പറയും, കഴിഞ്ഞ ദിവസം വരെ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് പിച്ചക്കാരനായി നിന്നവരാ. നമ്മളെ കയ്യിൽ പണം വരുമ്പം പറയും, പിന്നെ ഇന്ന് മീനിന് 250 രൂപയാണ്. ഞാൻ നിങ്ങളുടെ പൈസ ചോദിച്ചോ? പണം വിലയെന്ന് എനിക്കറിയണ്ട, എത്ര വിലയാണെങ്കിലും നമ്മൾ പ്രൈസല്ലോ. പണം ഉണ്ടെങ്കിൽ വില നമുക്കൊരു വിഷയമല്ല, പണം ഇല്ലെങ്കിൽ വില നമുക്ക് വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, അങ്ങനെ ഒരു ലെവലിലോട്ട് വില ഒരു വിഷയമല്ല, റേറ്റ് ഒരു വിഷയമല്ല. പ്രൈസല്ലോ. അങ്ങനെ ഒരു ഓവർഫ്ലോ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മേഖല ആത്മാവ് നിനക്കായി തുറന്നു തരാൻ പോയാണ്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യട്ടെ. പ്രാപിച്ചോ ദൈവത്തിന്റെ മഹത്വ, സമൃദ്ധി, സമ്പത്ത്, ഫൈനാൻഷ്യൽ മിറക്കിൾ മണികൾ റിലീസ് ആകട്ടെ. സമ്പത്ത് ഉണ്ടായി വരട്ടെ, ഗ്ലോറി വെളിപ്പെടട്ടെ, ഓവർഫ്ലോ ആകട്ടെ. ഒന്നിനും ഞെരുക്കമില്ലാത്തൊരു സീസൺ. എന്ത് പറഞ്ഞാലും എല്ലാ മേഖലകളിലും ഞെരുക്കങ്ങൾ ഇന്ന് പകൽ മാറുന്നു. ഞെരുക്കങ്ങൾ മാറുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്നു. അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. ബിസിനസ് ഡോറുകൾ ഓപ്പൺ ആകുന്നു. കടഭാരങ്ങൾ മാറുന്നു, വരുമാനങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ പ്രാപിച്ചോ. In the name of Jesus. Yes, ദാരിദ്ര്യത്തിന്റെ ആത്മാവ് പൊട്ടട്ടെ. ഏറ്റവും വലിയ ദുരാത്മാവാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം ഇന്ന് പകൽ പൊട്ടണം. ദാരിദ്ര്യം പൊട്ടണം. ദൈവസഭയ്ക്ക് വാരിക്കോരി കൊടുക്കാൻ, ദൈവ വേലക്കാർക്ക് വാരിക്കോരി കൊടുക്കാൻ. ഹല്ലേലൂയ. സമ്പത്ത് നിന്റെ അക്കൗണ്ടുകളിൽ, നിന്റെ ലൈഫിൽ, ബിസിനസ് മേഖലകൾ ഇപ്പോൾ റിലീസ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ ദുഷ്ടപിശാചാണ് ദാരിദ്ര്യം. ആത്മാക്കളുടെ ദാരിദ്ര്യം, സാമ്പത്തിക ദാരിദ്ര്യം, വസ്ത്രങ്ങൾക്ക് ദാരിദ്ര്യം, എല്ലാ മേഖലയും. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, അല്ല മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. ഇതെല്ലാം ശാപം ഇന്ന് പകൽ പൊട്ടാൻ പോവുകയാണ്.
ഓവർഫ്ലോ ആകാൻ പോകുന്നു. ഓവർഫ്ലോയിങ്. ഹല്ലേലൂയ. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. പറഞ്ഞാട്ടെ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ബ്ലെസ്സിംഗ്, ഓവർഫ്ലോയിങ് ഗ്ലോറിയസ് അനോയിന്റിംഗ് റിലീസ്. ഞാനത് പ്രാപിക്കുന്നു സത്യ ദൈവനാമത്തിൽ. അത് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിനെ, സമൃദ്ധിയെ, അബണ്ടൻസ്, ഗ്ലോറിയെ സത്യ ദൈവനാമത്തിൽ ഞാൻ സത്യ ദൈവ എണ്ണത്തിനെ അനുഗ്രഹിക്കുക. പ്രാപിച്ചോ തന്നെത്താൻ ബ്ലെസ്സിംഗ്. ഓവർഫ്ലോയിങ്. വാരി കോരി കൊടുക്കുന്ന അവസ്ഥ. നിന്റെ വീട്, നിന്റെ അടുക്കള നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നു. നിന്റെ അടുക്കള നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നു. ഇത് പഞ്ഞമാസമല്ല വരാൻ പോകുന്നത്. പഞ്ഞമാസം മാറുന്നു. ദൈവമക്കളുടെ അകത്ത് പഞ്ഞത്തരം മാറുന്നു. അതിന് പകരം ഓവർഫ്ലോയിങ്, അബണ്ടൻസ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന, കടം വാങ്ങിച്ച് ജീവിക്കുന്ന, പലിശയ്ക്ക് പൈസ എടുക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ അതെന്നെ ശാസിക്കുന്നു. ബാധ്യതകൾ അഴിയട്ടെ, ഞെരുക്കങ്ങൾ അഴിയട്ടെ. വണ്ടി ചെക്കുകൾ മാറിപ്പോകട്ടെ. ചെക്ക് കേസുകൾ ഡിലേ ചെയ്യുന്നു. എല്ലാ കോടതി വ്യവഹാരങ്ങളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ പോവർട്ടി സ്പിരിറ്റുകളെയും ബ്രേക്ക്. ഹല്ലേലൂയ. സമൃദ്ധി ഉണ്ടാക്കുന്നു. എല്ലായിടത്തും കരങ്ങൾ കൊടുത്ത് പ്രവചിക്കുക. സമൃദ്ധി ഞാൻ പ്രവചിക്കുന്നു. നിന്നെ നോക്കി, അടുത്തിരിക്കുന്നവരെ നോക്കി പ്രവചിക്കുക. സമൃദ്ധി ഞാൻ നിനക്ക് പ്രവചിക്കുന്നു. നീ സമ്പത്തുള്ളവനായി മാറാൻ പോകുന്ന, ആരോഗ്യത്തിലൊരു സമൃദ്ധി. നീ ആയുസ്സുള്ളവനായി, ആരോഗ്യമുള്ളവനായി. ദൈവം മോശയോട് പറഞ്ഞു, തന്റെ മരണസമയത്ത് മോശയുടെ ദേഹം ക്ഷയിച്ചു പോയില്ല, കാഴ്ചശക്തി കുറഞ്ഞു പോയില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ശരീരം, സൗന്ദര്യവും ആരോഗ്യവും പുഷ്ടിയുള്ളതായി. എല്ലാ ആരോഗ്യ മേഖലകളിൽ ഒരു സമൃദ്ധി, ആരോഗ്യ മേഖലകളിൽ ഒരു സമൃദ്ധി. എന്നും കൊന്നും ആശുപത്രിക്കകത്ത് കയറി ഇറങ്ങുന്നതിന്റെ ശാപം ഇന്ന് പകൽ പൊട്ടട്ടെ. എല്ലാ ദിവസങ്ങളിലും എല്ലായ്പ്പോഴും ആശുപത്രി കയറി ഇറങ്ങുന്ന ആ പൈശാചിക ശക്തികൾ അഴിയട്ടെ. ആ ദാരിദ്ര്യം പൊട്ടട്ടെ. നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ദുഷ്ട പിശാചിനെ ഇന്ന് പകൽ അഴിയട്ടെ. ആശുപത്രിക്കകത്ത് കയറ്റുന്ന ദുഷ്ട പിശാച് യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. എന്നും തുമ്മല്, എന്നും അലർജി, അങ്ങനെയുള്ള ചിലത് ഇതിനകത്തിരിക്കുന്നത് ആത്മാവിനോട് പറയുന്നു. എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുക, എപ്പോഴും അലർജി, എപ്പോഴും ജലദോഷം, എപ്പോഴും വിട്ടുമാറാത്ത പനികൾ, ഒന്നു മാറി മക്കൾക്ക്, കുടുംബത്തിനകത്ത് രോഗബന്ധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പണം മുഴുവനും പിശാച് ഒരു വഴി കൂടെ ആശുപത്രികൾക്കകത്ത് ഡോക്ടർമാർക്ക് വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവസഭയിൽ വരേണ്ട സമ്പത്ത്, പണം, അത് ഡോക്ടേഴ്സ് തിന്നുകൊണ്ടിരിക്കുന്ന ശാപം ഇന്ന് പകൽ ചില വ്യക്തികളുടെ ഉള്ളിൽ നിന്നും ആത്മാവ് പൊട്ടിക്കുന്നു. ബ്രേക്ക് ദ നെയിം ഓഫ് ജീസസ്. ഇങ്ങനെയുള്ളവരെ ദൂത് കേൾക്കുമ്പോൾ അത് നിനക്കുള്ളതാണെങ്കിൽ കൈയടിച്ച് അതിനെ കെട്ടുപൊട്ടിക്കണം. ഞാൻ വിളിച്ചു പറയുന്ന ദൈവിക ദൂതുകൾ നിന്റെ ലൈഫില് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ ബ്രേക്ക് ആകട്ടെ. I cancel it everything in Jesus' name. Yes. തുമ്മലിന്റെ, അലർജിയുടെ, ശ്വാസകോശ രോഗങ്ങൾ, ആസ്മാറ്റിക് പ്രോബ്ലങ്ങൾ, അലർജിയുടെ രോഗങ്ങൾ, ഹല്ലേലൂയ, ഹാർട്ട് പ്രോബ്ലങ്ങൾ, ബൈപ്പാസുകൾ, ആൻജിയോപ്ലാസ്റ്റി, ഇതെല്ലാം മാറിപ്പോകട്ടെ. ബ്ലോക്കുകൾ അഴിയട്ടെ. അലർജികൾ മാറട്ടെ. എല്ലാ ക്യാൻസറിന്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. മുഴകൾ മാറിപ്പോകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ പല്ലുവേദനകൾ മാറട്ടെ. കണ്ണിന്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. തലവേദനകൾ, മൈഗ്രെയിനുകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. മിറക്കിൾ ഹീലിംഗ് ഉണ്ടാകട്ടെ. ശരീരത്തിനെ ദണ്ഡിപ്പിക്കുന്ന ദുരാത്മാവേ, പണം മോഷ്ടിക്കുന്ന മോഷണം, അറുക്കാനും മുടിക്കാനും കൊല്ലാനും വരുന്ന ദുഷ്ട പിശാചിനോട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, അത് എരിഞ്ഞു മാറുവാൻ, അത് ശരീരങ്ങളെ വിട്ടു മാറട്ടെ. പ്രാപിച്ചോ, സൗഖ്യം പ്രാപിച്ചോ. സൗഖ്യം. ഞരമ്പുകളെ ബലഹീനമാക്കി കളയുന്ന, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികൾ ഇപ്പോൾ തീയിറങ്ങട്ടെ. യെസ്, പ്രാപിച്ചോ. സൗഖ്യം. Hallelujah. ഈ 2-3 ദിവസത്തിനകത്ത്, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 3 ദിവസത്തിനകത്ത് ചില ആൾക്കാർക്ക് സാമ്പത്തികമായി ബാധ്യതയുള്ളത് കൊടുക്കാനുണ്ട്. അതിൽ ബുദ്ധിമുട്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ?
2-3 ദിവസത്തിനകത്ത് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, പണം കിട്ടാനുണ്ട്. ഉണ്ടോ? പ്രൈസലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവൻ മാത്രം കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിനോട് പറയുകയാണ്, ആ 3 ദിവസത്തിനകത്ത് സാമ്പത്തിക മേഖലയിൽ സ്ട്രഗിളായി കൊടുക്കാൻ പറ്റാതിരിക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽ നിങ്ങളുടെ കരങ്ങളിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വരാൻ പോവുക. നിങ്ങൾ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന സാമ്പത്തിക ശാപങ്ങൾ പൊട്ടി ചില ഉറവകൾ തുറന്നു വരാൻ പോകുന്നു. യെസ്, ചില ഉറവകൾ തുറന്നു വരാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലയുടെ ഉറവ. നീ കൊടുക്കാനുള്ളവർ കൊടുക്കാൻ പോവുകയാണ്. കിട്ടാനുള്ളത് കിട്ടാൻ പോകുന്നു. കിട്ടാനുള്ളത് തടയപ്പെട്ട ചിലരുണ്ട്. ലക്ഷങ്ങൾ കിട്ടാനുള്ളത് തടഞ്ഞു കിടക്കുന്ന ചിലരെ ഞാൻ കാണുന്നു. എന്നാൽ ആത്മാ പറയുന്നു, ആ തടയപ്പെട്ട് ഒഴുക്കിനെ തടഞ്ഞ് നിന്റെ കയ്യിൽ വരേണ്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ വരേണ്ടത് അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ന് പകൽ പൊട്ടുകയാണ്. അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. അത് അഴിഞ്ഞു മാറട്ടെ. വലിയൊരു സമൃദ്ധിയിലോട്ട് ദൈവം സെപ്റ്റംബറിൽ കയറുമ്പോൾ ആത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ ലൈഫിൽ നീ സെപ്റ്റംബർ മാസത്തിൽ ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും വാരിക്കോരി കൊടുക്കുന്നത് പോലെ നിന്നെ നിറയ്ക്കുന്ന ഒരു അഭിഷേകം പ്രാപിച്ചോ. വായി തുറന്നിരിക്കരുത്. ഇതെനിക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നീ ആത്മാവിൽ പ്രതികരിച്ചാൽ നിന്റെ ലൈഫിൽ വരത്തുള്ളൂ. യെസ്, ഓ, കൊടുക്കാൻ കർത്താവിനെ കാണിക്കുന്നു. ഫാമിലിയായി ചില ടൂറുകൾക്ക് പോകാൻ താല്പര്യമുള്ള ചിലരെ ആത്മാവ് കാണിക്കുന്നു. നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു തരാൻ പോകുന്നു. ചില ടൂറുകൾ ഫാമിലിയായി ചെയ്യത്തക്ക രീതിയിൽ ചില ഫൈനാൻഷ്യൽ മുറക്കൾ മണികൾ നിന്റെ കയ്യിൽ വരാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം വരാൻ പോകുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാൻ പോകുന്നു. നിന്റെ അടുക്കള നിറയാൻ പോകുന്നു. നിന്റെ കലവറ നിറയാൻ പോകുന്നു. നിന്റെ അക്കൗണ്ടുകൾ നിറയാൻ പോകുന്നു. നിന്റെ പേഴ്സ് നിറയാൻ പോകുന്നു. ഫുഡ് ഗ്ലോറി വെളിപ്പെടട്ടെ. വസ്ത്രങ്ങളില്ലാത്ത നിനക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ, ചിലർക്ക് വസ്ത്രങ്ങൾ കൂട്ടമായി വാങ്ങിക്കാൻ നിന്റെ കയ്യിൽ പണം. 1 ജോഡി വാങ്ങിച്ചുകൊണ്ടിരുന്ന നിനക്ക് 5-10 ജോഡി വാങ്ങിക്കുന്ന ഒരു ഗ്ലോറി. ഒരുമിച്ച് 5-10 ജോഡി ഡ്രസ് വാങ്ങിക്കുന്നത് പോലെ. യെസ്, സഹോദരന്മാരോട് ആത്മാവിനോട് പറയുന്നു, അനവധി നാളുകളായി ഡ്രസ് ഇല്ലാതെ, ഡ്രസ്സുമായി ബന്ധപ്പെട്ട് വിഷമിച്ച് ഒരു നല്ല തുണി എനിക്ക് ഉടുക്കാനില്ല, വർഷങ്ങളായി നാളുകളായുള്ളത് ഉപയോഗിക്കുന്നത്, ഒന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ ആത്മാവ് പറയുന്ന ജോഡികളായി 5-10 ജോഡികളായി നിനക്ക് ഡ്രസ് വാങ്ങിക്കാൻ ഫൈനാൻഷ്യൽ മണി, മിറക്കിൾ മണി, ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. യെസ്, ശൂന്യതകളാ കർത്താവിനോട് പറയുന്നു. പലർക്കും ഇതിനകത്തിരിക്കുന്നവർക്ക് വർഷങ്ങളായി ഉപയോഗിക്കുന്ന തുണികളുമായിട്ട് ഇരിക്കുക. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ ഇത്ര കണക്ക് കൂട്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിലരെ ആത്മാവിനെ ശക്തമായി ഉള്ളിൽ വിഷമവും വേദനയും അതിനെക്കുറിച്ച് വീട്ടിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർ ഇതിനകത്തിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, ജോഡികളായി നീ വാങ്ങിക്കാൻ പോവുക. 5 ഒരുമിച്ച് ഒരു ഡസൻ വാങ്ങിക്കാൻ പോവുക. അങ്ങനെ നിന്റെ കണ്ണുനീര് മാറും. ഈ ദിവസം നീ അത് സാക്ഷ്യം പറയാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ നമ്മളൊന്നും കാണത്തില്ല. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്നും നിങ്ങൾ കാണാൻ പറ്റത്തില്ല. ഓ, ഞാൻ വചനം കേട്ടോണ്ടിരുന്നു, കൈയടിച്ചു. പക്ഷേ നീ കേൾക്കാത്ത കാണാത്ത ചിലത് നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ, ഹല്ലേലൂയ, നിന്റെ ബിസിനസ് നീ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഈ വചനം പോവുക. നീ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ അറിയാതെ നിനക്ക് വേണ്ടി വചനം സഞ്ചരിക്കും. ഹല്ലേലൂയ. പത്രോസ് വചനം കേട്ടോണ്ടിരുന്നു. പത്രോസ് പോലും അറിഞ്ഞില്ല. 5000 എത്രയോ പേര് വചനം കേട്ടു. പക്ഷെ പടക് വിട്ടുകൊടുത്ത് ജാഗ്രതയോടെ ഈ പുള്ളി എന്താ പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരുന്ന പത്രോസ് വചനം പ്രസംഗിക്കുന്നത് കണ്ടേ ഉള്ളൂ. അവൻ കാണാത്ത ചിലത് ആഴക്കടലിൽ പത്രോസിന് വേണ്ടി വചനം അയച്ചവൻ. ഹല്ലേലൂയ. വചനം ചെന്ന് പത്രോസ് വലയിട്ടാ കിട്ടാത്ത, ചൂണ്ടയിട്ടാ കിട്ടാത്ത മീനിനോട് ഈ വചനം ആഴക്കടലിൽ ചെന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ നാളിതുവരെ ഞാൻ നിന്നെ അടക്കി വെച്ചു, ഇവനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വിലക്കി, എന്നാൽ ഇന്ന് പകലിനെ റിലീസ് ചെയ്യുന്നു, ഇവന്റെ പടകിൽ ചാടിക്കേറിക്കോ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആത്മാവ് ചലിക്കാൻ പോവുക. നിനക്ക് വേണ്ടി വചനം ചലിക്കാൻ പോവുക.
നിന്റെ പടകിനകത്ത് കയറാൻ ചില മീനുകളോട് കൽപ്പിക്കാൻ പോകുന്നു. വേറൊരു പടകിൽ കയറരുത്, വേറൊരു പടകിൽ കയറരുത്. എന്റെ വചനം കേൾക്കുന്ന പടകിൽ, എന്റെ വചനം കേട്ട് അനുസരിക്കുന്നവന്റെ പടകിൽ, എന്റെ വചനത്തിന് വേണ്ടി ചെവി ചായ്ക്കുന്നവന്റെ പടകിൽ, എന്റെ വചനത്തിനെ മാനിക്കുന്നവന്റെ പടകിൽ, എനിക്കായി പടക് വിട്ടു തന്നവന്റെ പടകിൽ മാത്രമേ നീ കയറാവൂ. നിനക്ക് വേണ്ടി മാത്രം പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം ഒരു സീസൺ, എനിക്ക് വേണ്ടി മാത്രം ഒരു വഴി, എനിക്ക് വേണ്ടി മാത്രം ചില അത്ഭുതങ്ങൾ, എനിക്ക് വേണ്ടി മാത്രം ചില ഡോറുകൾ. എന്റെ ദൈവം എന്നോട് കരുണയും ഫേവറും കാണിച്ച് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പട്ടണത്തിൽ ഒരുപാട് പടകുണ്ട്, സിറ്റിയിൽ ഒരുപാട് പടകുണ്ട്, ഈ പട്ടണത്തിൽ ഒരുപാട് പടകുണ്ട്. പക്ഷെ ഇന്ന് പകൽ കേഫം എന്ന പടകിനകത്ത് മാത്രം കയറാൻ ചില മീനുകളോട് ദൈവാത്മാവ് കൽപ്പിക്കാൻ പോവുകയാണ്. ചില വലിയ മീനുകൾ, പെരുത്ത മീൻകൂട്ടം ഇതാ നിറയാൻ പോകുന്നു. സഭ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ പോകുന്ന ഒരു അടുത്ത സീസൺ തുറക്കാൻ പോവുകയാണ്. നിന്റെ ലൈഫ് പിന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ പോകുന്നു. എല്ലാ മേഖലകളിലും ഒരു വലിയ ഒഴുക്ക് സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വചനം പറഞ്ഞതിന് ശേഷം കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട് നോക്കി, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, എനിക്കറിയാത്ത കടലോ? നമ്മൾ പൊങ്ങച്ചക്കാരാണല്ലോ, ഞാൻ ആരാ പുള്ളി, എനിക്കറിയാത്തതാണോ? കർത്താവ് പറഞ്ഞു, അല്പസമയം നിന്റെ വായ നടച്ചു വയ്ക്കാമോ? പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന നിന്റെ വായ നടച്ചു വയ്ക്കാമോ? നീ ആവശ്യമില്ല നെഗറ്റീവൊക്കെ വിളിച്ചു പറഞ്ഞ് ഉള്ളതും കൂടെ ഇല്ലാതാക്കാതെ നീ ഒന്നും മിണ്ടാതെ മൗനമായിരുന്ന് ദൈവവചനം കേട്ടിട്ട് ഉവ് എന്ന് തലയാക്കി സ്തോത്രം ആമേൻ പറഞ്ഞാൽ മാത്രം മതി. നിന്റെ പൊങ്ങച്ചവും നിന്റെ കുടുംബ മഹിമയും നിന്റെ എക്സ്പീരിയൻസ് ഒന്നും പറയണ്ട. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം ദാ ആഴക്കടലിൽ നിന്നും വലത്ത് ഭാഗത്ത് ഇറക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചപ്പോൾ നിന്റെ ലൈഫിൽ നീ അധ്വാനിച്ചിട്ട് കിട്ടാത്ത ചിലത് ഈ സീസണിൽ നിന്റെ പടകിനകത്ത് ചാടി കുതിച്ച് കയറി നിന്റെ പടക് നിറഞ്ഞിട്ട് അടുത്തവന്റെ പടകും കൂടെ വാങ്ങിക്കത്തക്ക നിലവാരങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നത്, അതാ സംഭവിക്കപ്പെടാൻ പോകുന്നത്. നിന്റെ പടക് നിറയും. അത് മാത്രമല്ല അടുത്തവന്റെ പടകൂടെ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം ചെയ്താൽ അങ്ങനെ ഇരിക്കും. ദൈവം ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ നീ മതി 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 എന്ന് പറയുന്നത് വരെ നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്നത് ഒരു ദൈവത്തിന്റെ കാര്യം. കർത്താവ് എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യനോട് നമ്മൾ 100 രൂപ ചോദിച്ചാൽ 90 രൂപ തരും, 10 രൂപ എടുക്കും. ഹല്ലേലൂയ. 2000 രൂപ ചോദിച്ചാൽ എന്ത് ചെയ്യും? 1900 രൂപ തരും, 100 രൂപ അവൻ എടുക്കും. പക്ഷേ കർത്താവിനോട് ചോദിച്ചാൽ അതാ ദൈവത്തിന്റെ പരിപാടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മീന് ചോദിച്ചാൽ ദൈവം പാമ്പിനെ തരുമോ? മനുഷ്യൻ വേണമെങ്കിൽ തരും അല്ലേ? ചില കല്യാണങ്ങൾക്ക് പണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് പോകുമ്പം ഈ വട്ട് പോലത്തെ സംഭവം ഉണ്ടാക്കി റെഡിയാക്കി നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കൊടുക്കും. പൊതി അഴിച്ചു നോക്കുന്നു, അയ്യോ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആൾക്കാർ ചെയ്യും. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യര് ദുഷ്ടഹൃദയമുള്ളവരാണ്. അവർ എന്തെങ്കിലും ചോദിച്ചാൽ തരുന്നത് ശപിച്ചുകൊണ്ടായിരിക്കും തരുന്നത്, പിറുപിറുത്തുകൊണ്ട്. ഒരു വണ്ടി ചോദിച്ചു, നിങ്ങൾക്ക് വണ്ടിയില്ല, വാഹനമില്ല. പണ്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഒരു പാർഷയുടെ വാഹനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു ദൈവദാസനെ വിളിക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാർഷയോട് ചോദിച്ചു, ഒരു വലിയൊരു അഭിഷിക്തം വരുന്നുണ്ട്, അദ്ദേഹത്തെ വിളി, എയർപോർട്ടിൽ പോകാൻ ഒരു വണ്ടി തരുമോ? പ്രൈസ് ദി ലോർഡ്. പുള്ളി പറഞ്ഞു, ഏത് അഭിഷിക്തൻ? എന്ത് അഭിഷിക്തൻ? തന്നില്ല. ഞാൻ വേറെ ആളുടെ ഇതൊക്കെ വാങ്ങിച്ചു പോയി. ഒരു വണ്ടി ഇല്ലാതെ നടന്ന് പിന്നെ ഒരു വണ്ടി പിന്നെ ഞാനൊരു 2000 രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചു, സെക്കൻഡ് ഹാൻഡ്. അതിനെ 5000 രൂപയ്ക്ക് തൂക്കി വിറ്റാണ് ആദ്യത്തെ കൺവെൻഷൻ നടത്തിയത് അവിടെ. ഹല്ലേലൂയ. പിന്നെ അപ്പോഴുകൊണ്ട് വേറൊരാൾ ഒരു വീട്ടിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു ബൈക്ക് തന്നു, CT100 എന്ന് പറയുന്നത്. അതൊരു 3-4 വർഷം ഓടിച്ച് വേറൊരു പാർഷ കൊടുത്തു. ഞാൻ ഓടിച്ചപ്പം ആരും പിടിച്ചില്ല, ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടിയായിരുന്നു. ഞാൻ വേറെ കൊടുത്തതിൻ്റെ അന്ന് എന്നെ പുള്ളിയെ പോലീസ് പിടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ വണ്ടി ഇല്ലാതെ നടന്നപ്പോൾ പലരുടെയും മുമ്പ് ചെന്നൊരു വാഹനം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തരാത്തവനെ അന്നും ഇന്നും ആ ഉണക്ക എലിവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ ദൈവം എന്നെ വാഹനങ്ങളിൽ നിന്ന് വാഹനങ്ങളിലോട്ട് കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
തരാത്തവന് അന്നും ഇന്നും നല്ലൊരു വണ്ടി കയറാൻ അവന് യോഗമില്ല. അവന്റെ കണ്ണിലെ അന്ന് കണ്ട ആ വാഹനം തന്നെ അന്നും ഇന്നും അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പല ചാനലുകളിലൂടെയും നേരിട്ടും കണ്ടവന്റെ രണ്ട് കണ്ണും ബൾബ് പോലെ തള്ളി ഇരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ആശ്ചര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ. ഇന്നും നിന്റെ നിന്ദകൾ, പരിഹാസങ്ങൾ, നിന്നെ അപമാനിക്കുന്നവർ, പ്രൈസലോ. ഞങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങളൊക്കെ ഇന്ന് ഞങ്ങളെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നു. വാഹനങ്ങൾ ആൾക്കാർ ഇതാ കൊണ്ടുപോകുന്നു. നമ്മുടെ ചർച്ചിനകത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യാം, അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത് എന്ന് ഇവിടെയുള്ള പയ്യന്മാരൊക്കെ വാഹനം ഓടിച്ച് പഠിച്ച്, പ്രൈസലോ. ഞങ്ങളുടെ വാഹനങ്ങൾ എത്രയോ പറയും, ഈ ചർച്ചിനും അവിടെയുള്ള എല്ലാ പയ്യന്മാരും ഇവിടെ ഉള്ളൊരു ഡ്രൈവിംഗ് പഠിച്ച് നമ്മളെ വണ്ടിയില്ല. ഹല്ലേലൂയ, പ്രൈസലോ, ഹല്ലേലൂയ. ചില ലോക നക്കികളായിട്ടുള്ള ചിലവന്മാരുണ്ട്, ചില എച്ചികൾ നക്കികളുണ്ട്. ഇവന്മാർക്ക് ഈ അർദ്ധരാത്രി ദൈവസഭയ്ക്കും ദൈവവേലയ്ക്കും നിന്റെ കയ്യിൽ ദൈവം എന്ത് തന്നാലും നീ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് സെൽഫിഷ് കാണിക്കരുത്. കർത്താവ് തരുന്നത് ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. അതൊരു വാഹനമാണെങ്കിലും എന്താണെങ്കിലും അത് കൊടുക്കാൻ നീ മനസ്സ് കാണിക്കുമ്പോൾ അത് ഫ്രീ ആയി വീണ്ടും വീണ്ടും അത് വർദ്ധിക്കും. പലരും അത് പിടിച്ചു വയ്ക്കാൻ ഉള്ളതും കൊണ്ടിരിക്കേണ്ടി വരും. വർദ്ധിക്കണോ, കൊടുക്കണം. വർദ്ധിക്കണമെങ്കിൽ കൊടുക്കണം. ഇന്ന് പകൽ അങ്ങനെ ചില സ്വഭാവങ്ങൾ. നിന്റെ സാമ്പത്തിക മേഖലയുള്ള ഏറ്റവും വലിയ വിഷയം നിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ദൈവവേലയ്ക്കും കൊടുക്കാൻ നീ തുടങ്ങുമ്പോൾ അത് 1000 വർദ്ധിച്ച് പെരുകാനിടയാകും.